അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ,
കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോ നിന്റെ തിരുമുറുമ്പാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിലെ എപ്പോഴും നമ്മൾക്ക് വരുന്നൊരു വിഷയം, ചില സമയത്ത് ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ കൃപ നമുക്ക് സീറോയായി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുക. എങ്ങനെയാണ് അച്ഛനത് മനസ്സിലാക്കുന്നത്? അതായത് സാക്ഷ്യം വഹിക്കാൻ കരുത്തില്ലാത്ത രീതി വരുമ്പോൾ ഓർക്കണം കൃപ സീറോ ആയെന്ന്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസരങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ളതാണെന്നാണ്. എല്ലാ അവസരങ്ങളും, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്ക 21:12. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പോൾ ഇതാണ് വിഷയം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഏറ്റുപറയാനുള്ള അവസരങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരങ്ങൾ ആണ് സാക്ഷ്യം വഹിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയാനുള്ള അവസരം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കുന്നാൾ നിങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് അഖില എന്ന് പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ആ ഒരു ജോലി മാത്രമേ ഉപജീവന മാർഗത്തിനുള്ളൂ. അവൾ പറഞ്ഞ് ഞാൻ ശനിയാഴ്ച വന്ന് ക്ലാസ് എടുത്തോളാം, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, പിന്നെ പ്രാർത്ഥന ദിവസമാണതെന്ന് പറഞ്ഞ് അവളത് ഉപയോഗിച്ച് അതാണ് ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ്. ചില ആൾക്കാരാണെങ്കിൽ പറയും കുർബാന പോയാൽ കുഴപ്പമില്ല, നാളെ കാണാനില്ല, ജോലി പോയാൽ എങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കലാണ് ദൈവമേ. നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് പറയിപ്പിച്ച് നിങ്ങളെ ശരിക്കും മാറ്റി നിർത്തുകയാണ്. ശരി, നിങ്ങൾക്കൊരു അവസരം തന്നിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉദരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആളല്ല എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ചതിക്കുഴികളാണ് വരുന്നത്. ആർക്കും ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, വിശ്വാസിയാണെന്ന് നടിക്കാൻ പറ്റത്തില്ല. നടിക്കുമ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവന്നിട്ട് പറയും നീ റെസ്പോണ്ട് ചെയ്യാൻ പറയും. അപ്പോഴേ സത്യസന്ധമായിട്ടല്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കള്ളവിശ്വാസങ്ങളൊന്നും വിലപ്പോകത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണെന്ന്. അപ്പം മോശ കാലഘട്ടവും കാലാവസ്ഥയും ജീവിത അവസ്ഥയും കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള, പിന്നീട് എന്ത് സംഭവിക്കും, ആ സാക്ഷ്യത്തിൽ നമ്മൾ ജയിച്ചാൽ പിന്നെ നിൻ്റെ ജീവിതം മൊത്തം ദൈവം ഏറ്റെടുക്കുകയാണ്, നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാം. അപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന് മുമ്പാണ് ദൈവം സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരണത്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും മുമ്പും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം തരും. ചിലർക്കത് മനസ്സിലാവും, ചിലരങ്ങനെ ഉറപ്പിച്ച് നിൽക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻജുവാൻ്റെ സാക്ഷ്യം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. കാനഡയിൽ അവർക്ക് ജോലിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് 28 വയസ്സുണ്ട്, അവർക്ക്
പഠിക്കണവർ. പക്ഷേ എന്ത് ചെയ്യും, എന്നാലും ഈ ബൈബിളും കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബൈബിൾ വെക്കും. അപ്പോൾ ബൈബിളിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാകും, ബൈബിൾ വിശ്വസിക്കാത്തവരുണ്ടാകും. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കാൻ. കാര്യത്തിൽ ആ ഒരു ത്രെഡ് എടുത്തിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് അവൾ പറയും. അങ്ങനെയാണ് ഓരോ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം വന്ന എന്തിനാണ് നമ്മളിത് പറഞ്ഞതെന്നറിയാമോ? അത് പറയാൻ കാരണം, ചില സമയത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ തോന്നത്തില്ല, പേടിച്ചു പോകും, പതറിപ്പോകും, നമ്മൾ മറന്നു പോകും. അപ്പോൾ ഓർക്കേണ്ടത് കൃപ. നമ്മൾ എന്താ അതിന് പറയണത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബൈക്കിൻ്റെ റിസർവ് പോലും എണ്ണ ഉണ്ടാകത്തില്ല. റിസർവ് കൃപ പോലും ഉപയോഗിച്ച് മാറും. കാര്യം ഓരോരുത്തർ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ റിസർവ് കൃപയും തീർന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. റിസർവ് കൃപയും തീർന്നു. അങ്ങനെ വന്നാൽ, ഇപ്പോൾ റിസർവ് കൃപയും തീർന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ആ കാലഘട്ടം അത് ജീവിക്കണത്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിനയപ്പെടണം. വിനയപ്പെട്ട് യേശുവിനെ ഈ ബാങ്ക്രപ്റ്റ്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് യേശുവിനെ ചലിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഒരു വലിയ ഒരു സന്ദേശം എന്താ? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തിക്കാൻ പാർത്തു. അപ്പോൾ നമ്മളത് നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്ത് നമ്മളെ തന്നെ വിനയപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വിനയപ്പെട്ട് കഴിയുമ്പോൾ അതാണ് ഈ ശതാധിപനൊക്കെ സംഭവിക്കുന്നത്. ശതാധിപന് വായിച്ച് ലൂക്ക 7:6-7 തിരുവചനങ്ങൾ. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു. ഇയാളുടെ കൃപ റിസർവാണ്. കാര്യം എന്താണ്? ഇയാൾ ശതാധിപന് ഒത്തിരി കൊല്ലായിട്ട് നടക്കുന്ന ആളാണ്. കൃപ റിസർവിൽ ഇല്ല, കൃപ ഇല്ല. പക്ഷെ അയാളെ കൃപ ശരിക്കും നമ്മൾ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞല്ലേ, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു സിറ്റുവേഷന് ഈ മനുഷ്യൻ ഫുൾ ടാങ്ക് അടിക്കണം കണ്ടല്ലേ. ഫുൾ ടാങ്ക് അടിക്കണം എങ്ങനെ? കൃപയുടെ ഫുൾ ടാങ്കാണ് ഇയാൾ അടിക്കണേ. എങ്ങനെ അടിക്കണേ? അയാൾ 2-3 വാക്കുകൾ പറഞ്ഞേ. കർത്താവിനെ വഴി വെച്ച് കണ്ട അയാൾ. ആ കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. വിജാതിനായി മനുഷ്യൻ പറഞ്ഞ വാക്കാണ് കർത്താവ് കുർബാന വരുമ്പോൾ ഇന്ന് സഭ പറയണത്. എന്താണ്? അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതായത് ഈ ശതാധിപന് ശരിക്കും 0- കൃപയിൽ നിൽക്കുന്ന ഒരാൾ കൃപയുടെ ഫുൾ ടാങ്കിലേക്ക് വരണത് ഈ വിനീതാവസ്ഥയിലൂടെയാണ്. അതാണ് അമ്മ പറഞ്ഞത്, അവിടുന്ന് തൻ്റെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃപ എങ്ങാനും ബാങ്ക്രപ്റ്റ്സ് ആയിപ്പോയാൽ നേരെ ഡൗൺ ചെയ്ത് അഹങ്കാരം മാറ്റി, ഹുങ്ക് മാറ്റി, തൻപൂർവ മനോഹം മാറ്റിയിട്ട് നേരെ എളിമപ്പെട്ട് 0- വരണം. എല്ലാവരുടെയും ക്ഷമിച്ച്, എല്ലാവരുടെയും ദാസനായി, എല്ലാവരുടെയും ശുശ്രൂഷകനായി തൻ്റെ നിസ്സഹായ അവസ്ഥ ഏറ്റുപറഞ്ഞിട്ട് സഹായിക്കണം. ഞാൻ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ് എന്ന് പറയണത്. വെറുതെ എളിമപ്പെട്ടിട്ട് കാര്യമില്ല. അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നത്. ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറിയമേ, നീ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നെന്ന് പറയും ആ സംഭവം. അപ്പം എന്തെങ്കിലും ഒരു ബാങ്ക്രപ്ഷൻ വന്നാൽ ശതാധിപനെപ്പോലെ നേരെ താഴേക്ക് വന്നിട്ട് ഈ കൃപയുടെ പെട്രോൾ ടാങ്ക് ഉണങ്ങിയിരിക്കണത് ഫുൾ ടാങ്ക് അടിക്കാൻ നമുക്ക് പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മയ്ക്കും
തിരുകുമാരനും 1000 നന്ദി എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. എൻ്റെ പേര് കാർമലി. 2022 ഡിസംബർ 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഭക്തയാണ്. പക്ഷേ ആ ഭക്തിയൊന്നും മക്കളായ ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. എനിക്കൊരു അനിയത്തിയുണ്ട്, പേര് അനിത എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനെ കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ജപമാല പഠിക്കുന്നുണ്ട്, എല്ലാവരും ചൊല്ലുന്ന കണക്കൊരു ജപമാല, അത്രയേ ഉള്ളുമായിരുന്നു. പക്ഷേ സെൻറ്റ് കാശ്മീർ ചർച്ച് കടവൂർ, അതാണ് ഞങ്ങളുടെ ഇടവക പള്ളി. അവിടെ പോകും, പ്രാർത്ഥിക്കും, പിന്നെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോകും. അമ്മ മാതാവിന് പല സ്ഥലങ്ങളിലേക്കും വണ്ടി വിടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ അപ്പച്ചന് കൊല്ലത്ത് തുയ്യം പള്ളിയുണ്ട്, വേളാങ്കണ്ണി മാതാവിന് ഭയങ്കരമായ വിശ്വാസമായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ കൃപാസനത്തിൽ വരുന്നതിനെ കുറിച്ചൊക്കെ അപ്പച്ചൻ പറയും, അടുത്ത മാതാവുണ്ട്, വേളാങ്കണ്ണി മാതാവുണ്ട്, പിന്നെ ഇത്രയും ദൂരത്ത് നീ പോകേണ്ട കാര്യം എന്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ അപ്പച്ചന് എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും ഒക്കെ ഒരുപാട് വിശ്വാസമാണ് കൃപാസന മാതാവ്. എൻ്റെ അപ്പച്ചൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, എന്നാൽ എൻ്റെ അപ്പച്ചൻ ഇവിടെ വന്നിട്ടുമില്ല. 2022 ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ അപ്പച്ചനും അമ്മയ്ക്കും മത്സ്യബന്ധനമായിരുന്നു ബിസിനസ്, അവരുടെ ജോലി അതായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവർ ഇസ്രായേലിൽ പോകാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരുന്നു. എനിക്കും ഒരു വരുമാനവും ഇല്ല. അങ്ങനെ വല്ലാത്ത പ്രശ്നം. ഞങ്ങൾ 2 മക്കളും കുടുംബത്തിലായി, ഓരോ കുടുംബമായി ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിൽ, അതാ ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ അമ്മ വഴിയാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. അന്നേരം ഒന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നൊരു ശക്തി, അത് എന്നിൽ ഒരു തണലായി എനിക്ക് എപ്പോഴും കൂടെ ഉള്ള കണക്ക് തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർ അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അമ്മയുടെ അപ്പൻ്റെ കാര്യം വെച്ചു. കൃത്യം 3 ദിവസം, 3-ൻ്റെ അന്ന്, അതായത് 2003-ൻ്റെ അന്നല്ല, അന്ന് രാത്രി തന്നെ അവർക്ക് ഫോൺ വരുന്നു, നിങ്ങൾക്ക് വിസ റെഡി ആയിട്ടുണ്ട്, പൈസ വേണം. ഒരു പൈസ ഇല്ലാത്ത ഞങ്ങളിനി ഇവിടെ പോകും, 14 ലക്ഷം രൂപ വേണം. അങ്ങനെ പെട്ടെന്ന് മാതാവ് ഓരോ വഴി ഒരുക്കി അവർക്ക് പൈസയൊക്കെ കൊടുത്തു. ആ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. അങ്ങനെ അവർ ഇസ്രായേലിലെത്തി. പിന്നെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഞാൻ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഗ്രേസ് എന്ന് പറയും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചാണ്. ആ കൊച്ചും ഇവിടുത്തെ വലിയ വിശ്വാസിയാണ്. അതിൻ്റെ അത്രയും വിശ്വാസമൊന്നും ഒരുപക്ഷെ എനിക്കില്ലായിരിക്കും. അങ്ങനെ ആ കൊച്ചും ഇവിടെ വന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നു. ജപമാല റാലിക്ക് വരാമെന്നൊന്ന് എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു. ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാക്കുളത്തുനിന്ന് നിർമ്മലയെന്ന് പറയുന്ന ഒരു ആൻറ്റി വണ്ടി വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ വണ്ടിയിൽ കയറി ഇവിടെ ജപമാല റാലിക്ക് വന്നു. അപ്പോൾ ജപമാല റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകളല്ലേ, ഞങ്ങൾ 2 പേരും 2 വഴിക്കായി. അപ്പം ഞാനിങ്ങനെ ജപമാല ചൊല്ലി സ്പീഡിന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, മാതാവേ, അടുത്ത വർഷം ഈ ജപമാല റാലിക്ക് എൻ്റെ സ്വന്തം ചിലവിൽ ഒരു 5 പേരെങ്കിലും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, 5 പേരില്ലെങ്കിലും ഒരാളെങ്കിലും എനിക്കൊന്ന് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ വീണ്ടും അതേ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കയറി കിടക്കാനായിട്ട് വീട് സ്ഥലവും സ്വന്തമായിട്ടില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ ഒന്നുമില്ല, എനിക്ക് ആകെ ഉള്ളത് നിൻ്റെ തിരുക്കുമാരനുമാണ്. എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം, ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വീട് സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാനതങ്ങ് അപ്പോഴത്തന്നെ വിട്ടു. കാരണം അത് കഴിഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പരിശുദ്ധ അമ്മയെ ഈശോയെ സമീപിക്കേണ്ടുന്നത്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അത് ഞാൻ ഉൾക്കൊണ്ടു. അങ്ങനെ ഞാൻ അതങ്ങ് വിട്ടു. അങ്ങനെ 2025 ഒക്ടോബർ മാസമായി. അപ്പം ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കും എനിക്ക് കൃപാസനത്തിൽ വണ്ടി വിടണമെന്നുള്ള ആഗ്രഹം വീണ്ടും വന്നു. അങ്ങനെ ഞാൻ ആ 1-ാം തീയതി മുതൽ ജപമാല മാസം തീരുന്ന വരെയും ജപമാല ചൊല്ലി അതിനുവേണ്ടി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ ജനിച്ച് ഇത്രയും വർഷമായി, ഇന്ന് വരെ ഈ 2025 അതിനു മുമ്പ് വരെ ഒരു ജപമാല മാസം ഞാൻ ഭക്തിയായിട്ട് ആചരിക്കുകയോ ജപമാല പഠിക്കുകയോ നല്ല രീതിയിൽ മാതാവിനെ അലങ്കരിച്ച് പ്രത്യേകം ഒരു പീഠത്തിൽ ഇരുത്തി മാതാവിന് കിരീടവും വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഓരോ ജപമാലയും മാതാവിനുള്ള ഓരോ കിരീടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പം
എനിക്ക് ജപമാലയ്ക്ക് വണ്ടി വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വന്നു. ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടെ 2026 ആദ്യം പറഞ്ഞു 17 പേരെ ആ വണ്ടിയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു, വണ്ടിയിൽ വരാൻ ആളില്ല, 17 പേര് പോയിട്ട് 10 പേര് പോലും ഇല്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരുന്നപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ജപമാലയുടെ തലേ ദിവസം ആൾ വന്നു. എന്നിട്ടും വീണ്ടും വണ്ടിയിൽ സീറ്റ് ഒഴിവ്. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പം ചവറയെന്ന് പറയും, അവിടുന്ന് കുറേ ചേച്ചിമാർ ഇങ്ങനെ വണ്ടി കിട്ടാതെ വിഷമിച്ചിരുന്നു. അവരെല്ലാം വന്നു. അപ്പോൾ അവസാനം വന്നപ്പം വണ്ടിയിൽ ഇരിക്കാൻ സീറ്റില്ല. 23 പേരുമായിട്ട് തറയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നാണ് ഞങ്ങളുടെ ജപമാല റാലിക്ക് വന്നു തിരിച്ച് ഞങ്ങൾ ജപമാല റാലിയും കഴിഞ്ഞ് പോയി. അതിനു മുമ്പേ ഞാൻ വീട് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ വീട് സ്ഥലവും എനിക്ക് കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് അപ്പച്ചനും എന്നെ വിളിച്ചിട്ട് പറയാ, മോളെ നിനക്ക് പുറത്തോട്ട് പോകാൻ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ, മാതാവിൻ്റെ ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കത്തില്ല, നീ ഒരു കാര്യം പോയി സ്ഥലം നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 പേരുടെ അടുത്ത് പറഞ്ഞെങ്കിലും ആദ്യമായിട്ടൊരു സ്ഥലം കാണാൻ പോയി. അപ്പം അമ്മ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവ് പറയുന്നത് നിനക്ക് കുണ്ടറയിലോട്ടാണ് സ്ഥലം, കുണ്ടറയിലോട്ടാണ്, നീ അവിടെ പോയി നോക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയുന്നു. അങ്ങനെ ഞാൻ കുണ്ടറയിൽ പോയി ഒരു കടയിലുള്ള ഒരു അങ്കിളിന്, പ്രസാദ് എന്നാ മാമൻ്റെ പേര്, ആ മാമനെ കണ്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മാമ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു. അവിടെ ചെന്നപ്പം വീടുണ്ട്, ഒരു കൊച്ചു വീടുണ്ട്, സ്ഥലവും കൊള്ളാം, പക്ഷേ എന്തോ 18 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലം നമ്മുടെ പൈസയ്ക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും സ്ഥലം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് അവർ വില പറഞ്ഞു. അപ്പം പിന്നെ എനിക്കൊരു സംശയം, മാതാവ് ഈ കാട് പിടിച്ച സ്ഥലമാണല്ലോ ഇത് ഇവിടെ ഒരു പള്ളി പോലും കാണാനില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നിൻ്റെ സാന്നിധ്യം അറിയിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്ന്. അപ്പം ഞാൻ പറയാം, ഇവിടെ എവിടെയെങ്കിലും മുല്ലച്ചെടി കാണും, കാടല്ലേ കാണുമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ എല്ലാം നോക്കി, അവിടെ അങ്ങ് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഉള്ളിൽ ആ സംശയം വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അന്നേരം അമ്മ പറഞ്ഞു, മോളെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അപ്പോഴും അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കാനായിട്ട് 5 ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. എൻ്റെ ചേച്ചിയുടെ പേര് സാറേ എന്നാണ്, ശക്തികുളങ്ങരയാണ് പോകേണ്ടത്. അവിടെ പോയി ഞാൻ പൈസ മേടിക്കാനായിട്ട് പോയി. പൈസ മേടിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം പോകുന്ന വഴിക്ക് ഞാൻ മാതാവ് ഈ പൈസ വാങ്ങിച്ച് ഞാൻ ഇത് കൈമാറുന്നതിന് മുമ്പ് നീ എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഒരു പാലത്തിൻ്റെ അടുത്ത് വന്നപ്പം മഴവില്ല് പ്രത്യക്ഷപ്പെട്ട്. അപ്പം ഞാൻ ഉറപ്പിച്ച് ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്നെ, ഈ സ്ഥലത്ത് മാതാവിന് എന്തോ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ച്. അങ്ങനെ അഡ്വാൻസ് ചെയ്തു. ജപമാല റാലിക്ക് ഞാൻ വന്നു. ജപമാല റാലി എല്ലാം കഴിഞ്ഞ് പോയി. വീണ്ടും പ്രാർത്ഥനകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം നവംബർ 6 തന്നെ എനിക്ക് ആ സ്ഥലം എഴുതാൻ പറ്റി. ഞാൻ മാതാവിനോട് ചോദിച്ചത് 3 സെൻറ്റ് സ്ഥലമാണ്. മാതാവ് എനിക്ക് എത്രയോ ഇരട്ടിയായിട്ട് 18 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയും ഒരു അടുക്കളയുമാണുള്ളത്. അതിൻ്റെ അകത്താണ് കഴിക്കുന്നതും കുടിക്കണതും മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കണതും കിടക്കണതും എല്ലാം അതിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. മാതാവേ എനിക്ക് നിന്നെ പ്രത്യേകം ഒരു മുറിയിലിരുത്തി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, മാതാവേ എനിക്കൊരു വീട് സ്ഥലം കാണിച്ചു തരുമ്പോൾ എനിക്ക് അതിനുള്ളൊരു സൗകര്യത്തോടൊരു വീട് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പുതിയതായിട്ടൊരു വീട് വേണം, എനിക്ക് പാല് കാച്ച് നടത്തി തന്നെ കയറണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. പഴയ വീടല്ലേ, ഇതിന് ഞങ്ങൾ എന്തോ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പം അപ്പച്ചൻ വീണ്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അപ്പച്ചൻ ഒരു 5 ലക്ഷം രൂപ കൂടി മോക്ക് തരാം, മോള് വീട് വൃത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ വീട് വൃത്തിയാക്കി 3 ബെഡ്റൂമും ഒരു ലിവിങ് ഹാള്, ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് എല്ലാം ശരിയായി. അപ്പം എനിക്ക് മാതാവിനെ പ്രത്യേകം ഇരുത്താനൊരു ഇടമാണ് ഞാൻ മാതാവിനോട് ചോദിച്ചത്. അപ്പം എനിക്ക് അതിനുള്ള സൗകര്യത്തോടു കൂടി ഞാൻ എങ്ങനെ മനസ്സിലാഗ്രഹിച്ചോ അതുപോലൊരു വീട്, ഒരുപക്ഷെ അതിലും നല്ല ഭംഗിയായിട്ടൊരു വീട് മാതാവ് എനിക്ക് തന്നു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനിന്നിവിടെ സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലേ അല്ല വന്നത്. നിന്റെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവചനവും അങ്ങനെയാണ്, ഞാൻ വായിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ അടുത്ത് വന്നപ്പോൾ അവിടെ അടുത്തൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് ദൈവത്തിന് ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കാതെ എൻ്റെ ആദ്യത്തെ ശമ്പളം എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായി ഇവിടെ കാഴ്ചവെക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട സാക്ഷ്യം വീട് വെച്ചതിനെക്കുറിച്ചും സ്ഥലം വിറ്റതിനെക്കുറിച്ചുള്ള സാക്ഷിയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ഇരുന്ന് ഞാൻ ബാക്കിലായിരുന്നത്. അവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന ഒരു പേപ്പർ മേടിച്ച് എൻ്റെ സാക്ഷി ഇവിടെ എഴുതുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതാവുന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ലൂക്കായുടെ 1-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഞാൻ അങ്ങനെ ആ വചനമൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കും. എന്നിട്ട് അതേ കണക്ക് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ജിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്, കാഞ്ഞിരോട് കോൺവെൻറ്റിലായിരുന്നു ആ സിസ്റ്റർ. ഇപ്പോൾ ആ സിസ്റ്റർ കുമ്പളത്താണെന്നാണ് എൻ്റെ അറിവ്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വചനം എഴുതണം, ഒരു വചനം പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചപ്പം ആദ്യമായിട്ട് ഞാൻ എഴുതി തുടങ്ങിയ വചനം എന്താണെന്ന് വെച്ചാൽ,
ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന ആ തിരുവചനം സിസ്റ്റർ എനിക്ക് തന്നു. ഞാനത് 1000 തവണ എഴുതി. വീണ്ടും ഞാൻ എപ്പോഴും എനിക്കൊരു പ്രതിസന്ധി വന്ന ഉടനെ ഞാൻ ആ തിരുവചനം എഴുതും. ഇപ്പോഴും ഞാൻ ഓരോ വചനങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വചനങ്ങൾ വായിക്കാറുമുണ്ട്. അങ്ങനെ എന്തുവാ, എനിക്ക് ഈ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മീയമായി വളരാൻ പറ്റി. എന്ന് വെച്ചാൽ ജപമാലയൊക്കെ ഒരു പേരിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലാൻ നോക്കി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ മുമ്പിലുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എത്രത്തോളം വലുതാണോ അതേപോലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടി വഴി കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീടോ സ്ഥലമോ ഒന്നുമില്ല. എന്നാൽ വീട് സ്ഥലവും ഞാൻ വർഷങ്ങളായിട്ട് 10-14 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് സാധിച്ചു കിട്ടി. അതിനേക്കാളുമൊക്കെ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം ഈ 39 വർഷവും ഞാൻ ആചരിച്ചിട്ടില്ല. 40ാമത്തെ വർഷം ഒക്ടോബർ മാസം ജപമാല വർഷം ഞാൻ ഭക്തിയോടെ ആചരിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ദൈവാനുഗ്രഹം എന്നല്ല, ദൈവത്തിനോടും എനിക്ക് അടുക്കാൻ പറ്റിയ ഒരു വഴിയാണ് ഈ കൃപാസനം. അത്രത്തോളം ഞാൻ ആ ജപമാല മാസത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ചിന്തകളും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. അപ്പം തന്നെ എൻ്റെ ടെൻഷൻ എങ്ങോട്ടോ മാറിപ്പോവും, പെട്ടെന്ന് സന്തോഷം വരും. സങ്കടങ്ങൾ വരുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവേ, എനിക്ക് ഈശോയെ ഓർത്ത്, ഈശോയുടെ പീഡകൾ ഓർത്ത് മാത്രമല്ലാതെ ഞാൻ മറ്റൊന്നും ഓർത്ത് എൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ ഇനി അനുവദിക്കരുത് എന്നാണ് ഞാൻ മാതാവിനോട് പറയുന്നത്. അത് അതേപോലെ തന്നെ മാതാവ് ഇപ്പം വരെയും ഞാൻ അതേപോലെ തന്നെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുങ്ങിയൊന്നും വന്നതല്ല, എങ്കിലും എനിക്ക് അത്രത്തോളം ദൈവകൃപയോടുകൂടി എനിക്കിവിടെ ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കുർബാന കൂടാറുണ്ട്, കുടുംബ പ്രാർത്ഥന ഒരു മുടക്കാതെ ചെല്ലാറുണ്ട്. അത് എത്ര രാത്രിയായാലും, ഇപ്പം വല്ലയിടമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ 11 മണിയായാലും ഞാൻ കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതിനെൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയുമോ, നീ മാത്രമേ ഉള്ളൂ ഇത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞൊക്കെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കേൾക്കാറുമില്ല, ചെവി കൊടുക്കാറുമില്ല. ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ പപ്പയും അമ്മയാണ്, എനിക്ക് ജോലി ഇല്ലായിരുന്നല്ലോ, അപ്പം അവർ തരുന്ന വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നൊരു വീതം മാറ്റി വെച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. വസ്ത്രങ്ങളായാലും അങ്ങനെയൊക്കെ എല്ലാം ദാനം ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ കൈ കൊണ്ട് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെനിക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. അതും ഇനി സാധിച്ചു കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ പ്രതീക്ഷയല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വലുതെന്ന്. അപ്പം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പരഗതിയില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നു. എന്നെ കൈ പിടിച്ച ഈ കൃപാസന അമ്മ ഇന്ന് വരെ ആ കൈ പിടിച്ച് ഓരോ പടിയും എന്നെ മോളോട്ട് കയറ്റിയതല്ലാതെ ഇന്ന് വരെ ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടി എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എല്ലാം എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ തിരുവചന പ്രകാരം ഞാൻ ഇനിയും എല്ലാം ചെയ്യും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ആവശ്യങ്ങളെക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അവരോട് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും വേണ്ടുന്ന ഒരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെയിലി ബ്രീഡ് കാണാറുണ്ട്. അത് കൃത്യസമയത്ത് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സമയം കിട്ടുമ്പോൾ അല്ലാതെ കാണാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങളിട്ട് വെളുപ്പിന് ഞാൻ രാവിലെ എഴുന്നേൽക്കും. എനിക്ക് രാവിലെ 7:30 ജോലിക്ക് പോകണം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഒരുക്കണം. അവർക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ, കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമേ ചെന്ന് അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഓടി വന്ന് പിന്നെ പ്രാർത്ഥന കൂടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാക്ഷ്യങ്ങളിട്ട് അടുക്കളയിൽ ഒരു ഫോണ് ഇങ്ങനെ കൊടുത്തിട്ട് അതും കേട്ടാണ് ഞാൻ എൻ്റെ ഓരോ ജോലികൾ ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ്. എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും.
സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാനും അവിടുത്തെ പ്രസൻസിൽ, അവിടുത്തെ ആ സാന്നിധ്യത്തിൽ ആനന്ദിക്കാനുമുള്ള ഒരു ദൈവിക വിളിയാണ്. ഒരു ആത്മീയ ബന്ധത്തിലേക്കുള്ള ഒരു വിളിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്കും അമ്മയിലേക്കും ചേർത്ത് നിൽക്കുന്ന ഒരു വിളിയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3:28 പറയുന്നത്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ്. ആ സ്വന്തം എന്ന ബന്ധത്തിലൂടെയാണ് നാം ചോദിക്കുന്ന എന്തും ഈശോ നമുക്ക് കനിഞ്ഞു നൽകുന്നത്. അതുതന്നെയല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയുണ്ട്, കൃപാസനം അമ്മ. നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. വചനം പറയുന്നത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക എന്ന സങ്കീർത്തനം 37 പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും നമുക്കും കർത്താവിൽ ആനന്ദിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അഭയം തന്നെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. കർമ്മലിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും ഭവനവും ജോലിയും പിന്നെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുത്ത് ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനീമ ഫ്രാൻസിസ്. ഞാൻ പാലാ രൂപത ഭരണങ്ങാനം ഇടവകാംഗമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷി എന്നെ ആക്കിയതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ ആയിരം നന്ദി പറയുന്നു. ഞാൻ ഏതാണ്ട് 30 വർഷത്തിലേറെയായിട്ട് ഞാൻ ഷാർജയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മ എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നെനിക്ക് അറിയില്ല. എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാനായിട്ട് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു സ്ക്വയർ ഫീറ്റിന് 115 ദിർഹമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 100 ദിർഹംസിനാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ ലെറ്റർ ഹെഡിൽ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. അതായത് 39,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അത്രയും പൈസ വരും. അത് അവിടുത്തെ പൈസയാണ്, ദിർഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2019 ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഷാർജയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിബിഷനിൽ ഞാൻ വെറുതെ റാൻഡമായിട്ട് ഞാൻ പോയതാണ്. ഞാനും എൻ്റെ അനുജത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പോയി കാണാം, ഇല്ല വാങ്ങിക്കാനായിട്ടോ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേ റിയൽ എസ്റ്റേറ്റ് കമ്പനി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് വെച്ചുമ്പോൾ വെറുതെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊറോണയുടെ ടൈമൊക്കെയാണ്, ഭയങ്കര ഓഫറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 65 ദിർഹംസാണ് ഒരു സ്ക്വയർ ഫീറ്റിനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഞാൻ 100 ദിർഹംസിന് വാങ്ങിച്ചു കൊള്ളാം എന്നും പറഞ്ഞ് കഴിഞ്ഞ 1 year ബിഫോർ ഞാൻ എൻ്റെ ലെറ്റർ ഹെഡിൽ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ കൊറോണയുടെ ടൈം ഇതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ പിറ്റേ ദിവസം അവരുടെ ഓഫീസിൽ ചെല്ലാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാവിലെ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 65 ദിർഹംസിനാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നാലും ഞാനത് അപ്പം തന്നെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എഗ്രീഡ് എന്ന് പറഞ്ഞു. വിതിൻ 1 week, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു. അത് എൻ്റെ മാതാവ് എനിക്ക്, കാരണം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിയുന്നാൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അത് മില്യൺസിൻ്റെ ഇടപാടാണ്. കാരണം 115 അവർ പറഞ്ഞു, 100 ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ മാതാവ് എനിക്ക് 60 ദിർഹംസിന് ഒരു സ്ക്വയർ ഫീറ്റിന് തന്നു. അപ്പോൾ അത് വലിയൊരു, എൻ്റെ മാതാവിനോട് എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും തീരത്തില്ലാത്ത അത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്.
പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഫാക്ടറി എനിക്ക് കൺസ്ട്രക്ഷൻ ചെയ്യണം. കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഈ ജൂണിലാകുമ്പോഴത്തേക്കും 6 വർഷമാകും ഞാൻ ആ സ്ഥലം വാങ്ങിച്ചിട്ട് തന്നെ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കറിയത്തില്ല എന്താണെന്നറിയില്ല. കൺസൾട്ടൻറ്റും ശരിയായി, കോൺട്രാക്ടറും ശരിയായി, എല്ലാം ശരിയായി. പക്ഷേ എനിക്കറിയത്തില്ല, ദർ ഈസ് നോ റീസൺ ആക്ച്വലി. പക്ഷേ ഇത് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അത്ര വലിയ എനിക്ക് ഫാമിലിയിൽ നിന്നാണെങ്കിലും അത്ര വലിയ സപ്പോർട്ടൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ എന്നെ ചെയ്യുന്ന ഞാൻ പിന്നെ എനിക്കെന്നാൽ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് എനിക്കിത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പം ഞാൻ എന്തായിരുന്നാലും ഇതിൻ്റെ പുറകെ പോയി എന്തായിരുന്നാലും കൺസ്ട്രക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് 4-5 മാസമായി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വാർ വന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും എൻ്റെ മാതാവ് ഒരു തടസ്സവും കൂടാതെ എനിക്കത് നടത്തി തരുമെന്നുള്ളത് 1000 വട്ടം എനിക്കതിനകത്ത് വിശ്വാസമുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനി 97 ഞാൻ ഷാർജയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ്. ദൈവം സഹായിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ വലിയ അത്യാഗ്രഹിയൊന്നുമല്ല. അങ്ങനെ ഒത്തിരി മണി മൈൻഡഡോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പിന്നെ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ഗ്രീഡി മൈൻഡൊന്നും എനിക്കില്ല. ഉള്ളതും കൊണ്ട് എങ്ങനെയങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവം വളരെയധികം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയി. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം ഇങ്ങനെ എനിക്ക് കൂടെ കിട്ടുന്നത് എന്നുള്ളത് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കമ്പനിയുടെ ലൈസൻസൊക്കെ റിന്യൂ ചെയ്തു. ഇപ്പോൾ 28 വർഷമായി ഇപ്പോൾ കമ്പനി. അപ്പോൾ എന്നു വെച്ചിരിക്കുന്നാൽ ഈ സിവിൽ ഡിഫൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞാൻ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് കുറേ പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ അവരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എനിക്കവിടെ 6 വെയർ ഹൗസ് ഉണ്ട്, അത്യാവശ്യം വലിയ വെയർ ഹൗസുകളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ടൗൺ പ്ലാനിങ് സെക്ഷൻ്റെ അപ്രൂവൽ, മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവലുള്ള ഡ്രോയിങ്സ് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ 28 വർഷം മുന്നേയുള്ള ഇതെല്ലാം കൂടി ഈ 6 വെയർ ഹൗസിൻ്റെ ഞാൻ എവിടെ ചെന്നിട്ടുണ്ടാക്കാനാണ്, എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പിന്നെ വിശ്വാസ പ്രമാണവും പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ കാശ് രൂപമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉപ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വണ്ടിക്കകത്ത് ഉപ്പുണ്ട്, എൻ്റെ ബാഗിനകത്ത് ഉപ്പുണ്ട്. ഞാൻ എപ്പോഴും ഉപ്പായിട്ട് പോകുന്നത്. എവിടെയെങ്കിലും എനിക്കൊരു തടസ്സം, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഞാനെടുത്ത് അവിടെ ഉപ്പിടും. അപ്പം ഞാൻ ഈ ഒഫീഷ്യൽസിനെയൊക്കെ കാണാനായിട്ട് പോകുമ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ട്. ഞാൻ അവർ കാണാതെ ഞാൻ അവിടെ ഇച്ചിരി ടേബിളിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപ്പിടും. പിന്നെയാണെങ്കിൽ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഡിലേ ആയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിരിക്കുന്ന 5 വർഷത്തോളം 4.5 വർഷത്തോളം ശരിക്കും കൺസ്ട്രക്ഷൻ ഡിലേ ആയി. അപ്പോൾ എന്ന് വെച്ചിരിക്കുന്നത് എനിക്കങ്ങ് ഭയങ്കര മാനസികമായിട്ട് ശരിക്കും വിഷമം. എന്തുകൊണ്ട് എങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ ഷാർജയിൽ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ, കാത്തലിക് ചർച്ചിലാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകണമെങ്കിൽ ഒരു 15 കിലോമീറ്ററോളം പോകണം. എന്നാലും എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് 5:45 കുർബാനയ്ക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നേരെ ഞാൻ ഈ സൈറ്റിൽ പോകും. ഷാർജ എയർപോർട്ടിന് അപ്പുറത്താണ്. അത് നല്ല സുന്ദരമായ ഒരു പ്ലോട്ടാണ് ദൈവം എനിക്ക് തന്നത്. അത് ഷാർജയിലുള്ളവർക്കറിയാം. എമിറേറ്റ്സ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു പ്രൈം പ്ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ട്രാക്കാണ് എൻ്റെ ഈ കമ്പനിയുടെ ഫ്രണ്ടിൽ. 4 ട്രാക്ക്, അത്രമാത്രം നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനെല്ലാം എൻ്റെ ഈ സങ്കടങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ പള്ളി പോയിട്ട് നേരെ അങ്ങോട്ട് സൈറ്റിലോട്ട് പോയിട്ട് ഞാൻ ഉപ്പ് അവിടെ ഇട്ട് എന്താ പറയുക, മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരും. എന്തായിരുന്നാലും കൺസ്ട്രക്ഷൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടാക്കി അത് അങ്ങനെ പോകുന്നു. പിന്നെ ഈ സിവിൽ ഡിഫൻസിൻ്റെ എങ്ങനെ പറഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. അത് മാത്രമല്ല ദൈവം സഹായിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ പുതിയ സ്ഥലത്തോട്ട് ഞാൻ പോകും. പിന്നെ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് പേടിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പം എനിക്ക് നല്ല ഉറപ്പുണ്ട് 100% എനിക്കിത് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ നേരെ ഒപ്പിട്ട് തന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, അടുത്ത വർഷം എന്തായിരുന്നാലും ഞാനിങ്ങനെ വരത്തില്ല, ദൈവം സഹായിച്ചാൽ ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബിസിനസ് എന്ന് പറഞ്ഞാലും ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ അവിടുത്തെ കോമ്പറ്റീഷനും മാർക്കറ്റിൻ്റെ ആ ഒരു ടഫ്നെസ്സും എല്ലാം കൂടെ ആയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണ്. ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു കസ്റ്റമറിനെ ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ദൈവമേ, അത് ഞങ്ങളുടെ നല്ല വലിയൊരു കസ്റ്റമറായിരുന്നു. ദൈവമേ, ആ കസ്റ്റമേഴ്സിൻ്റെ വർക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറയും. ഞാൻ ആകപ്പാടെ പെട്ടുപോകും. കാരണം എനിക്ക് 120ഓളം സ്റ്റാഫുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും, കാരണം ചിലവിനൊരു കുറവുമില്ലല്ലോ.
നമുക്ക് വരുമാനം കുറഞ്ഞാലും ശരി, എല്ലാ കാര്യങ്ങളും നടക്കണ്ടായോ, എല്ലാത്തിനും ദൈവത്തോട് പറയുക, എൻ്റെ മാതാവിനോട് പറയുക, മാതാവേ എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി നമ്മൾ അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞ് ആ ഒരു കോൺഫിഡൻസ്. ഞാൻ ഇപ്പോഴും മാതാവ് ഇത് എൻ്റെ ഉത്തരവാദിത്തം, ഞാൻ ഉടമ്പടിയിലാണുള്ളത്, എൻ്റെ ഉത്തരവാദിത്വമല്ല മാതാവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഇതാക്കി. പിന്നെ ഞാൻ പറയാമല്ലോ, ഞാനങ്ങനെ ഉടമ്പടി വെച്ചിട്ടൊന്നും, അങ്ങനെ ഉടമ്പടിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഞാൻ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹം കൂടെയാണ് ഞാൻ പറയുന്നത്. വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കവിടെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ സ്വന്തമായിട്ട് വില്ലയുണ്ട്. അതും പ്രതീക്ഷിച്ചതൊന്നുമല്ല. അതും എനിക്കറിയത്തില്ല. ദൈവം, അതാണ് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. കാരണം എത്രയോ മൾട്ടി ബില്യണേഴ്സ് ഉണ്ട് അവിടെ. കാരണം അവർക്കൊക്കെ എല്ലാവർക്കും ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. അത്യാവശ്യം ഒരു 5 BHK നല്ല ഒരു വില്ല എനിക്കുമുണ്ട്, എൻ്റെ അനുജത്തിക്കും ഉണ്ട്, എൻ്റെ മോൾക്കും ഉണ്ട്. അങ്ങനെയൊക്കെ അതാണ് ദൈവം നമ്മളെ ഒത്തിരി സഹായിച്ച് അനുഗ്രഹത്തിൽ എല്ലാത്തിനും 1000 ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോനാണെങ്കിൽ ശരിക്കും ബിസിനസ്സിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ മാതാവിനോട് ഞാൻ എന്നും പറയും, മാതാവേ ഞാൻ എന്ത് ചെയ്യും? കാരണം വെച്ചിരിക്കുന്നാൽ അവൻ അവിടെ ജനിച്ചു പഠിച്ചു വളർന്നു ചെയ്യാൻ പിള്ളേരൊക്കെ വരണം. പിള്ളേരൊക്കെ വന്നിട്ട് ഞാൻ യൂത്ത് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരും. അതെല്ലാം അങ്ങനെ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം വരുന്നുണ്ട്, എൻ്റെ മോൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ. അവനാണെങ്കിൽ ഡൗൺ ടു എർത്താണ്, ഒത്തിരി നല്ല പാവം കൊച്ച. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോവും, കുരിശ് വരയ്ക്കും, അങ്ങനെയുള്ള എല്ലാം നല്ല ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് ഫാമിലിയിലെ എല്ലാവരും നല്ല ഹോളിനെസ്സിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അത് തന്നെ ദൈവാനുഗ്രഹമാണ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി 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 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വെച്ചിരിക്കുന്നാൽ ഞാൻ ഈ ചൈനയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന ഒരാളാണ്. ഒരു വർഷത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ചൈനയിൽ പോകും. അപ്പം എൻ്റെ അനുജത്തിക്കും ബിസിനസ്സാണ് അവിടെ. അപ്പം മിക്കവാറും ഞാനും അവളും, അല്ലെങ്കിൽ ഞാനും മോനും അവളും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവളും ഇതുപോലെ ഈ കൃപാസനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ അവളുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, അത്രമാത്രം അവൾ ഇതാണ്. അപ്പോൾ എന്നിട്ട് ശരിക്കും പറഞ്ഞിരിക്കുന്നാൽ എന്താ പറയുക, ഞങ്ങൾ ചൈനയിൽ പോകുമ്പം ചൈനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല, പള്ളി ഇഷ്ടംപോലെ പള്ളിയുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ബെയ്ജിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളിയിൽ പോകുമ്പം ഇവിടുന്ന് ചൈനീസിൻ്റെ പത്രം ഞാൻ മേടിച്ചിട്ട് പോയി അവിടെയുള്ള വിശ്വാസികൾക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ അച്ഛനെ കാണും, അച്ഛനോട് പറയും, അച്ഛാ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ധ്യാനം നടത്താനുള്ള പരിപാടികൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ കാര്യമൊക്കെ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഞങ്ങളിവിടെ ബെയ്ജിങ്ങിലായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛനോടും പറഞ്ഞു. പിന്നെ കഴിഞ്ഞതിൻ്റെ 2 വർഷം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ ഗുവാങ്സോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഓശാന ഞായറാഴ്ച 2 വർഷവും ഞങ്ങൾ അവിടെയായിരുന്നു. അവിടുത്തെ അച്ഛന്മാരോടും ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ കൃപാസനത്തിലെ അച്ഛൻ യൂട്യൂബ് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ അവിടെ ഈ ചൈനീസ് അച്ഛനും ഉണ്ട്, പിന്നെ വിയറ്റ്നാമിൽ നിന്നുള്ള അച്ഛൻ, അങ്ങനെ വേറെ അച്ഛന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്ന് വെച്ചിരിക്കുന്നാൽ അവിടെ സിസ്റ്റേഴ്സുണ്ട്, ചൈനീസ് സിസ്റ്റേഴ്സുണ്ട്. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു, ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒത്തിരി ആൾക്കാർ നമുക്കിങ്ങനെ വിശ്വാസത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. പിന്നെ എന്നാ പറയുക, അച്ഛനെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയാൽ മതി, ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങളും അതും ഇത് ഇവിടുത്തെ നടക്കുന്ന ടെസ്റ്റ് മണിയ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ ചൈനീസ് പത്രം ഇപ്പോഴും ഞാൻ മേടിച്ചിട്ടുണ്ട്. ചൈനീസ് പത്രം, ഫിലിപ്പീൻസ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് നാഷണൽ അങ്ങനെ ലാംഗ്വേജിലുള്ള പത്രങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടുപോകും. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. എൻ്റെ വല്യമ്മച്ചിയുടെ, എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെ പേരിൽ എനിക്ക് ചാച്ചൻ്റെ അമ്മയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു, പക്ഷേ എന്നാലും ഞാൻ അമ്മയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയും പിന്നെ എന്താണ് ഹോസ്പിറ്റൽസുകളിലൊക്കെ ഞാൻ ഡയാലിസിസ് കിറ്റ് കൊടുക്കുകയും പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. പിന്നെ പള്ളി പണി, ഞാൻ ആഫ്രിക്കയിൽ സ്വന്തമായിട്ടൊരു പള്ളി പണിതു. പിന്നെ രാജസ്ഥാനിൽ കുറേ ഇങ്ങനെ പാർട്ടായിട്ട് രാജസ്ഥാൻ, പിന്നെ അസാം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പള്ളി പണിയുകയും വീടില്ലാത്തവർ കൊടുക്കുകയും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഗ്രീഡി പേഴ്സൺ അല്ല. ദൈവം എന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നതാണെന്നുള്ള 100% എനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും വലിയൊരു ഹൈഫൈ ആളൊന്നുമല്ല. അപ്പം ദൈവം എന്നെ ഇതിനായിട്ട് ഒരുക്കി തന്നിരിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് എപ്പോഴും പറയും, ദൈവമേ അങ്ങനെക്ക് തന്നാലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവം എനിക്ക് തരണം കേട്ടോ, അല്ലാതെ ഞാൻ എൻ്റെ മക്കൾക്ക്, അങ്ങനത്തെ മക്കളും അങ്ങനത്തെ ഗ്രീഡി പേഴ്സൺ, എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഒന്നും ഗ്രീഡി പേഴ്സൺ അല്ല. അപ്പോൾ എന്നെ ചെയ്യുന്നാൽ അപ്പം ദൈവം തന്നു കഴിയുന്ന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പിള്ളേർക്ക് തന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ ഒത്തിരി വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്നൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ വളരെ ഇതായിട്ട് ഞാനിങ്ങനെ പറയും.
പിന്നെ എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലെ ചർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം രാജസ്ഥാനിലെ ബുണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പിന്നെ ആഫ്രിക്കയിലെ ഗാന എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് ഞാൻ സ്വന്തമായിട്ട് അവിടുത്തെ ഒരിക്കൽ മലയാളി അച്ഛനെ അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ ഒരു പള്ളി പണിയാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഇതുപോലത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഡയാലിസിസ് കിറ്റ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ദൈവത്തിൻ്റെ കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഈ ബൈബിള് കുറേ ബൈബിളുകൾ മേടിച്ചിട്ട് ഞാൻ ഡൽഹിയിൽ അവിടെ പ്രിൻ്റ് ചെയ്തിട്ട് ഈ നോർത്ത് ഇന്ത്യകളിലൊക്കെ കുറേ ബൈബിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ എഡ്യൂക്കേഷണൽ ഹെൽപ്പ് എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പുകളും അങ്ങനെ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തമിഴ് മേടിച്ചു, മലയാളം മേടിച്ചു, ഇംഗ്ലീഷ് മേടിച്ചു, ഫിലിപ്പീൻസ് തെഗാലോഗ് മേടിച്ചു, പിന്നെ ചൈനീസ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് മേടിച്ചിട്ട് പോകണം. കാരണം ഇനിയിപ്പം അടിക്കടി ഞങ്ങൾ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവിടെ പോകും. അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതെൻ്റെ മാതാവിൻ്റെ ഒരു വലിയ എൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് എൻ്റെ മാതാവിന് ഞാൻ 1000 ഞാൻ നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതം, എൻ്റെ മരണകാലം വരെ തീർച്ചയായിട്ടും എൻ്റെ മാതാവിന് അടിമപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി. ആമേൻ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം 15 കിലോമീറ്ററോളം അങ്ങോട്ട് തന്നെ പോകണം, ഇങ്ങോട്ടും അതുപോലെ തന്നെ പോകണം. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ലോക്കറ്റ് ഉണ്ടല്ലോ, മാതാവിൻ്റെ ലോക്കറ്റ്, അത് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, സ്വർണ്ണത്തിൻ്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ, വളയം, അതിൽ വെക്കുകയാണെന്നൊരു നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് അതിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഊർന്നു പോകുമെന്ന്. അപ്പം ഞാൻ ആ സ്വർണ്ണത്തിൻ്റെ ആ ഒരു റിങ് ഇന്ന് പണിയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് 5-6 എണ്ണം പണിതിട്ട് ആൾക്കാർക്ക് വേണമെങ്കിലും കൊടുക്കാനായിട്ട്, കാരണം വെച്ചാൽ അതാണെങ്കിൽ നമുക്ക് പോകത്തില്ല. പിന്നെ ഉപ്പ്, അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഉപ്പ് എടുത്തിടും. മാതാവേ രക്ഷിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മാതാവ് രക്ഷിക്കും. നമുക്ക് എല്ലാവർക്കും ഒത്തിരി എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9-8 വചനങ്ങളാണ്. ദൈവം കൃപയുടെ ഒരു ഉറവിടമാണ്. സമൃദ്ധമായ കൃപയും അനുഗ്രഹവും നൽകാൻ കഴിയുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല, മറ്റ് കാരുണ്യ പ്രവർത്തികൾ, സത്കൃത്യങ്ങൾ ചെയ്യുവാനും ഉടമ്പടിയിൽ ദൈവം നമുക്ക് വേറെ എല്ലാ അനുഗ്രഹങ്ങളും ഉറപ്പ് നൽകുകയാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ സഹായിക്കാനുള്ള ഒരു ഉറപ്പും കൂടിയാണ് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവം ഏറ്റെടുക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന, നമ്മുടെ കുറവുകളും മാറ്റി നമ്മളെ നിറവുകളാക്കുന്ന, ഓരോ കാര്യത്തിലും ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മയാണ് ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ആനിയമ്മ ഫ്രാൻസിസ് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കൃപാസനത്തെപ്പറ്റി അറിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ഈ സന്നിധിയിൽ വന്ന്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഷാർജയിൽ ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് അന്വേഷിച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു വലിയ തുകയാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ അതെല്ലാം മാറിപ്പോവുകയാണ്. അവരൊരു തുക പറയുന്നു, പിന്നീട് നമ്മളൊരു തുക പറയുന്നു. പക്ഷേങ്കിൽ ഫൈനലിൽ പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട് ഒരു തുക ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഷാർജയിൽ സ്വന്തം ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചത്. അതും നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഒരു വലിയ കൃപയാണ്. പിന്നീടുള്ളത് നെക്സ്റ്റ് സെറ്റ് ഇസ് കൺസ്ട്രക്ഷനാണ്. അതിനു വേണ്ടിയും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 28 ഇയേഴ്സ് ഓൾമോസ്റ്റ് ഷാർജയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സിവിൽ ഡിഫൻസ് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ വേണം. അതിന് പോയപ്പോഴാണ് അറിഞ്ഞത്, അതിന് മുൻപ് തന്നെ ടൗൺ പ്ലാനിങ് ആൻഡ് മുനിസിപ്പാലിറ്റി അപ്രൂവൽ ഡ്രോയിങ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നറിഞ്ഞത്. അവിടെയെല്ലാം
അനിയമ്മ എന്ന സഹോദരി എപ്പോഴും തൻ്റെ കൈവെള്ളയിൽ തന്നെയാണ്, കൂടെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഏത് കാര്യത്തിന് പോകുമ്പോഴും അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം ഉറപ്പാക്കിയാണ് ഈ സഹോദരി ഓരോ കാര്യത്തിനും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എവിടെ പോയാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും വേണ്ടതെല്ലാം റിക്വയർഡ് അപ്രൂവൽ കിട്ടുവാനും വാട്ട് ഈസ് റിക്വയർഡ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചത് ഓരോ ഇടപെടലിൽ കൂടിയാണ്, ഓരോ വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഈ സഹോദരി അനുഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, ഷാർജയിൽ ഒരു വില്ല കിട്ടുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഒത്തിരി മില്യണിയറുള്ള സ്ഥലങ്ങളാണ്. പക്ഷെങ്കിൽ അവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു മകൾക്ക് അവിടെ വില്ല കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് സഹോദരി അനിയമ്മ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ മെറിറ്റോ എൻ്റെ കഴിവോ ഒന്നുമല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ അതാണ്, എനിക്കൊരു കഴിവുമില്ല. പക്ഷെങ്കിൽ എല്ലാം തരുന്ന ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. ആ ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് വില്ല എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അവിടെയും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വന്തം ആവശ്യങ്ങളെല്ലാം ഈശോ കനിഞ്ഞു നൽകുകയാണ്. കാരണം ഈ മകൾക്ക് കാരുണ്യപ്രവൃത്തിയുടെ ഒരു വലിയ ആസ്തിയുണ്ട്, നാം കേട്ടതാണ്. അതിനാലാവും ഒരുപക്ഷെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ. അങ്ങനെ വില്ലായും കിട്ടി. പിന്നീടാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പല ലാംഗ്വേജിലും കൃപാസനം പേപ്പർ കൊടുക്കുകയും ചൈന വരെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് പരിശുദ്ധ അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ സഹോദരിയുടെ ശ്രമമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ നാം കാണുന്നത്. തന്നെയുമല്ല, ഈശോയോടുള്ള ആ സ്നേഹം, എല്ലാം തരുന്ന ആ ദൈവത്തോട് ആ സ്നേഹം കാണിക്കുന്നത് തന്നെ ഒരു നല്ലൊരു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ പേരിലും, പിന്നെ ആഫ്രിക്കയിൽ ഘാനയിൽ ഒരു പള്ളി പണിയുകയും നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ആസാമിലെ രാജസ്ഥാനിലുമൊക്കെ പള്ളി പണിയുകയും ഇതൊക്കെ ചെയ്തത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഡയാലിസിസ് ആയിട്ട് പേഷ്യൻസിനുള്ള ഹോസ്പിറ്റൽസിൽ മറ്റുള്ളവരെ സഹായിക്കുകയും വീടുകളില്ലാത്ത ഭവനനിരഹിത അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തതും എഡ്യൂക്കേഷണൽ ഹെൽപ്പും ഇതെല്ലാം കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്തതാണ്. ഇത്രയൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശോയും അമ്മയും ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ 2 കൊറിന്ത്യൻസ് 9:8 വചനം പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ള ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ സഹായം ചെയ്യുവാനുള്ള ഒരു അനുഗ്രഹവും സമൃദ്ധിയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം കനിഞ്ഞു നൽകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾക്കായുള്ള ഒരു വിളിയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, സാക്ഷ്യപ്പെടുത്താൻ, ദൈവത്തിൻ്റെ സ്നേഹം പങ്കിടാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ സാക്ഷ്യം സഹോദരി അനിയമ്മ നിർത്തുന്നത്. കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനായിട്ട് അതൊരു വലിയ അനുഗ്രഹമാണെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും അനുഗ്രഹം മറ്റുള്ളവർക്ക്, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കായി പങ്കിടാം. 2 കൊരിന്ത്യൻസ് 9:8 പറയുന്ന പോലെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മതിയെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിലും. ആ കൃപയും അനുഗ്രഹങ്ങളും എല്ലാം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക്, പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഫാക്ടറിക്കുള്ള സ്ഥലം മേടിക്കുവാനും കൺസ്ട്രക്ഷനുമായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തി കൊടുത്തതും ഒരു വില്ല ഷാജയിൽ മേടിച്ചു കൊടുക്കുകയും എല്ലാ കാരുണ്യ പ്രവർത്തികളും ഇതിലൊക്കെ ഉപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഇത്രമാത്രം ചെയ്യുവാൻ സാധിച്ചതെല്ലാം ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും കൃപയും അനുഗ്രഹവുമാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും സാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനിയമ്മയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജാസ്മിൻ തോമസ്, ഞങ്ങൾ നെട്ടൂര് മരട് നിന്നാണ് വരുന്നത്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ, ഇന്ന് ഈ അൾത്താരയിൽ വന്നു സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ ഈശോയും മാതാവും എന്നെ അനുവദിച്ച് എനിക്ക് കൃപ തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, എൻ്റെ കുഞ്ഞാണ്. ഇവൾ
6-ാം മാസത്തിൽ, എൻ്റെ പ്രഗ്നൻസിയിലെ 6-ാം മാസത്തിൽ ഇവളെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്ത് എടുക്കേണ്ടി വന്നു. അന്ന് എടുക്കുമ്പോൾ ഇവൾ 610 ഗ്രാമേ ഉള്ളൂ. അതായത് 1 കിലോ പോലും ഇല്ല ഈ കുഞ്ഞ്. അതായത് 26-ാമത്തെ ആഴ്ച എനിക്കുണ്ടായതാണ്, 6-ാം മാസം ജസ്റ്റ് കംപ്ലീറ്റഡ്. അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞ് വെറും 610 ഗ്രാം, എൻ്റെ ഈ കൈയുടെ ഉള്ളംകൈയുടെ അത്രയും പോലും ഇല്ല ഇവളന്ന്. ഇവളെ സിസേറിയൻ ചെയ്ത് എടുക്കുമ്പോൾ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമായിരുന്നു ഇവളെ എങ്ങനെ രക്ഷിച്ചെടുക്കുമെന്ന്. ഇവള് വെൻറ്റിലേറ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഇനിയൊരു വെൻറ്റിലേറ്റർ ഇതിനപ്പുറം ഇല്ലായിരുന്നു. അങ്ങനെ ICUയിൽ അഡ്മിറ്റ് ആവുന്നു. ഒരു 4 മാസം കഴിഞ്ഞാണ് ഇവൾ ഡിസ്ചാർജ് ആവുന്നത്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്, ഒപ്പം എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും. ഇവളുടെ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് IAH എന്ന് പറഞ്ഞൊരു അസുഖം എനിക്ക് വന്നു. അതായത് അതിനെ ഇഡിയോപ്പതിക് ഇൻട്രാക്രൈനൽ ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഡയഗ്നോസിസ് പറയുന്നത്. അത് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിൽ പ്രഷർ കയറുന്നതാണ്. അതായത് നമുക്ക് ബ്ലഡ് പ്രഷറല്ല, നമ്മുടെ BP എന്ന് പറയുന്ന പ്രഷറല്ല, തലയ്ക്കകത്ത് വെള്ളം കെട്ടി അത് എൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചു. എനിക്ക് കാണാൻ കഴിയത്തില്ല, സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ലൈറ്റ് കാണാൻ പറ്റത്തില്ല, വായിക്കാൻ പറ്റത്തില്ല. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല, ഫോൺ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ എൻ്റെ മൂത്ത കുഞ്ഞ് എന്നോടൊന്ന് അമ്മാന്ന് വിളിച്ച് എനിക്ക് ആ സൗണ്ട് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു സിംറ്റമാറ്റിക് ആയിരുന്നു. അത് ഡിസ്ചാർജ് ചെയ്ത് 5 ഡേയ്സ് കഴിഞ്ഞ് തലവേദന സ്റ്റാർട്ട് ചെയ്തു, ഹൈ BP ആയി, ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ ആയി. പിന്നെ അവസാനം നടുവിൽ നിന്ന് കുത്തി അവർ തലയിലെ വെള്ളം എടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇങ്ങനൊരു അസുഖമാണെന്ന്. അങ്ങനൊരു അസുഖത്തിന് അവർക്ക് ശരിക്കും ഞാൻ തളർന്നു പോകേണ്ട ഒരു അസുഖമായിരുന്നു. അത് അങ്ങേറ്റം അതിൻ്റെ പ്രഷർ 36, അതിന് മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ 36 ഒത്തിരി ഹൈ ആണ്. മാക്സിമം 10 to 15 വരാവുള്ളൂ. അതിൻ്റെ ഡബിളിന് മേളിൽ പോയി എൻ്റെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്. എനിക്കാരും കാണാൻ കഴിയത്തില്ല, എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര സിംറ്റംസ് ആയിരുന്നു. അങ്ങനെ അവിടെ ഡയഗ്നോസിസ് സ്റ്റാർട്ട് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെയിൻ കുറയുന്നില്ല. അങ്ങനെ ഇവിടെ അന്നേരം NIC കിടക്കുവാണ്. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ നേഴ്സാണ്. എൻ്റെ ഫാമിലി എന്ന് പറയും, ഞാൻ ഹസ്ബൻഡും ഈ മൂത്ത കുഞ്ഞും ഇളയവളും ഞങ്ങൾ ഖത്തറിലാണ്. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മിയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കൂട്ടിന് വേറെ ആരും ഇല്ല. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് അത് ശരിയാവുന്നില്ല. എനിക്ക് നാട്ടിൽ വന്നം, ഇവിടെ NIC കിടക്കുന്നു. എനിക്ക് കൊച്ചിനെ കാണാൻ പോലും പോകാൻ പറ്റത്തില്ല, കാരണം എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ താമസിച്ച് ഒത്തിരി പ്രോബ്ലംസ്. എനിക്ക് ഒന്നും പറ്റുന്നില്ല, ലൈറ്റ് വെറുതെ വെയിലിന് വെട്ടം പോലും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇവളുടെ ഡോക്ടേഴ്സ് തന്നെ എന്നെ ഒത്തിരി കൗൺസിൽ ചെയ്തു. അവർ പറഞ്ഞു, ആദ്യം അമ്മ ജീവനോടെ ഇരുന്നാൽ കുഞ്ഞിനെ കിട്ടിയിട്ട് കുഞ്ഞിന് കാര്യമുള്ളൂ, കുഞ്ഞിന് അമ്മ ഇല്ലാണ്ട് വന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് വിട്ടു. നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് വന്നു കാണിച്ചു. സാർ എന്നെ തിരിച്ചു വിട്ടില്ല, ഞാൻ ഹോസ്റ്റലിലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി ഓൾറെഡി എടുത്തിട്ടാണ് ഖത്തറിൽ പോയത് 2024. ഇവിടെ വന്ന് 2025 ജൂണിൽ ഞാൻ വന്ന് ആ ഉടമ്പടി പുതുക്കി. അന്ന് വെച്ച നിയോഗമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ. NIC ഫുൾ ട്യൂബാണ്. ഇവൾ നമ്മുടെ കൈ തരത്തില്ല, കാരണം ഇവൾ അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, കാരണം അത് ആ ബോഡി ടോളറേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ അത്രയും കുഞ്ഞൊരു ബോഡിയാണ് അത്. അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് വന്നു, ഇവിടെ നിന്ന് പ്രിൻ്റ് എടുത്തു. ജോസഫ് അച്ഛനെ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ കൊടുത്തു. ജോസഫ് അച്ഛൻ അന്ന് അത് മാതാവിൻ്റെ പാദത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു, തൈലം വെച്ചു, അതിനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ആ ഫോട്ടോ തന്നു. ആ ഫോട്ടോ ഇന്നും എൻ്റെ ഉടമ്പടി പത്രികയിൽ ഇരിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ വെച്ച ഉടമ്പടി അതായിരുന്നു. അത് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ അസുഖത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മൂത്ത മകൻ ഇവൻ 4 വയസ്സാവുന്നുമായിരുന്നു. 4 വയസ്സായിട്ടും ഇവന് സ്പീച്ച് ഡിലേ ആയിരുന്നു. ഇവൻ 1-2 വാക്കല്ലാതെ അതിലപ്പുറം പറയത്തില്ല, 4 വയസ്സായിട്ടും. അപ്പോൾ ഇവൻ്റെ സ്പീച്ച് ഡിലേക്ക് വേണ്ടി ഞാൻ ഒത്തിരി സ്പീച്ച് തെറാപ്പിസ്റ്റിന് റെഫർ ചെയ്തു, മരുന്ന് കൊടുത്തു, ഒന്നും ശരിയാവുന്നില്ല. ഇതും എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്തു. അന്ന് ഞാൻ പോയി. അന്ന് ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം 1.5 മാസത്തിന് ശേഷം ബൈബിള് ഒരു അരമണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ എൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി അങ്ങനെ എനിക്ക് അന്നത് ബൈബിൾ വായിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി ഇറങ്ങുമ്പോൾ എൻ്റെ മാതാവ് ഇങ്ങനെ പുറകിൽ നിന്ന് തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്, പക്ഷേ അറിയത്തില്ല, അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ തിരിച്ചു വന്നു, ഒന്നുകൂടി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ലായിരുന്നു ഹസ്ബൻഡ് അവിടെ വലിയൊരു ട്രബിൾ നിൽക്കുമായിരുന്നു എന്ന്. ഞാൻ ചെന്ന് 2-ാം ദിവസം ഞാൻ അറിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വലിയൊരു ട്രബിളായിരുന്നു അവിടെ. അതൊരു വേറൊരു ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് ഭയങ്കര ശക്തി തന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി തന്നു. ആ പ്രശ്നത്തെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി അവിടെ ചെന്ന്. അങ്ങനെ അവിടെ പോകാൻ പോലും എനിക്ക്
എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം എന്നെ ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് വിടത്തില്ലായിരുന്നു. കുഞ്ഞവിടെ, ഞാനിവിടെ. അതൊരമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പാല് നിറഞ്ഞെൻ്റെ നെഞ്ചിൽ നിന്ന് പോകുന്നു. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെയാണ്, അത് വലിച്ചെടുക്കുന്നു, അത് കളയുന്നു. അങ്ങനെ ഞാൻ മെൻ്റലി ഭയങ്കര ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് തിരിച്ചു പോകാൻ നിന്നപ്പോൾ എന്നെ ഡോക്ടേഴ്സ് അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ പ്രഷർ ഒട്ടും കുറയാതെയും എൻ്റെ കണ്ണിൻ്റെ ഇത് കഴിയാതെ ഒന്നും എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു, പുതുക്കി ചെന്നു. സ്കാനിങ്ങിന് ഡോക്ടറെ കാണാൻ ചെന്നു. ന്യൂറോളജിയും ഐയുടെ സ്പെഷ്യലിസ്റ്റുമാണ് നമ്മളെ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ ന്യൂറോളജിയുടെ ഡോക്ടർ പറഞ്ഞു റൈറ്റ് ഐ ഓക്കെ ആയി, കുറച്ച് നോർമലായി, ഞരമ്പൊക്കെ നീര് കുറഞ്ഞു. പക്ഷേ ലെഫ്റ്റ് ഐ ഒന്നും പറഞ്ഞില്ല. ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു റൈറ്റ് ഐ ഓക്കെ ആയി, ലെഫ്റ്റ് ഐ വേഴ്സൺ ആയെന്ന്. അപ്പോൾ അതെനിക്ക് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഉൾക്കൊള്ളത്തില്ല. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ കാര്യം ഒരിക്കലും നടക്കാതിരിക്കത്തില്ല. ഞാനപ്പോൾ സാർ എന്നോട് പറഞ്ഞു കണ്ണിൻ്റെ സ്കാനിങ് ചെയ്യാം, OCT എന്നാണ് അതിന് പറയുന്നത്, അത് ചെയ്യാൻ വിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് അച്ഛനും വിടന്ന്, ജോസഫ് അച്ഛനും വിടന്ന് കയ്യിൽ തന്ന മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു കുഞ്ഞിക്കൊന്തയും 10 മണിയുടെ കുഞ്ഞിക്കൊന്തയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ആ അരമണിക്കൂർ ഞാൻ കൊന്ത ചൊല്ലി കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ റിസൾട്ട് എനിക്ക് നോർമലാക്കി തന്ന് എന്നെ ഇവിടെ നിന്ന് കയറ്റി വിടണം, എൻ്റെ കുഞ്ഞ് അവിടെയാണ്, എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ റിസൾട്ട് വന്നു. രണ്ടും സൂപ്പർ സീനിയേഴ്സ് ഡോക്ടേഴ്സാണ്, ന്യൂറോളജിയും ഐ സ്പെഷ്യലിസ്റ്റും. അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിയതാ, കണ്ണ് ഓക്കെയാണ്, കയറിപ്പോക്കോ എന്ന്. പിറ്റേ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേക്ക് ഞാൻ കയറിപ്പോകുന്നു. അന്ന് ഞാൻ കയറിപ്പോകുന്നതിൻ്റെ അന്ന് ജൂലൈ 6th ആണ്. അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് 1 ഇയറായിട്ട് ട്രൈ ചെയ്യുക. 6 ടൈംസ് അറ്റൻഡ് ചെയ്തു. 6 ടൈംസും ഹസ്ബൻഡ് ഫെയിലാവുക. അത് ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലംസും ഇല്ലാതെ ചെയ്തു, അത് ഫെയിലായി. പിന്നെ ആൾക്ക് ടെൻഷനായി. അങ്ങനെ ഒരു 6 ടൈംസ് അറ്റൻഡ് ചെയ്തു, ഫെയിലാവുന്നു. എന്ത് ചെയ്തിട്ടും അത് റെഡി ആവുന്നില്ല. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ ജൂൺ 25 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത്. ജൂലൈ 6 നെക്സ്റ്റ് ടെസ്റ്റ്. അതും ടെസ്റ്റ് പെട്ടെന്ന് കിട്ടത്തില്ലായിരുന്നു. നമുക്ക് 3 മാസം കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ടെസ്റ്റ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ 6 പ്രാവശ്യം ഫെയിലായ ടെസ്റ്റ്. മാതാവിൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിനോട് ഉടമ്പടി ചെയ്ത് ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്കത് മാതാവ് വാങ്ങിച്ചു തന്നു. 6th ടൈംസ്. അതെങ്ങനെ പാസ്സായെന്ന് എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല. അങ്ങനെ ആ ടെസ്റ്റ് ഞാൻ പാസ്സായി. അതെൻ്റെ ഒരു നിയോഗമായിരുന്നു. ഉടമ്പടി ജീവിതം കുമ്പസാരിക്കാറുണ്ട് ഞാൻ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 ടൈംസ് മിനിമം ഞാൻ കുമ്പസാരിക്കും. കാരണം ഞാൻ ഖത്തറിലാണ്, അവിടെ ഞങ്ങൾക്ക് പള്ളിയുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലെ സൺഡേ കുർബാനയല്ല, അവിടെ ഫ്രൈഡേ ആണ് നമുക്കവിടെ കുർബാന വരുന്നത്. അപ്പോൾ ഫ്രൈഡേ കുർബാന എനിക്ക് ഞാൻ സിക്കായതുകൊണ്ട് എനിക്ക് വാർഡിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് മാത്രം തന്നു. കാരണം എനിക്ക് നൈറ്റിൽ മെഡിസിൻ എടുക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് മെമ്മറി ലോസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഓരോ സാക്ഷ്യങ്ങളും ഓരോ ഡേറ്റ് ഇട്ട് ഓരോ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എഴുതി വെക്കുകയാണ് ചെയ്തത്. അതെല്ലാം ഞാൻ ആ ഡയറി കൊണ്ടുവന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫുൾ പകർത്തിയത്. കാരണം ആ മെഡിസിൻ കാരണം എനിക്ക് ഒത്തിരി മെമ്മറി ലോസ് ഉണ്ടായി. അപ്പോൾ അന്ന് മറന്നു പോകാതിരിക്കാൻ അന്നേ ഞാൻ ഓരോ ദിവസത്തെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എൻ്റെ ഡയറിക്കകത്ത്. അതിന്ന് ഞാൻ ഫുള്ള് ഇവളെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അവിടെ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ പോയി കുമ്പസാരിക്കും. കുർബാന കൂടാറുണ്ട്. കുർബാന മിസ്സാക്കിയ എന്തോ അന്ന് ആ ഒരാഴ്ച എനിക്ക് വേസ്റ്റായിരുന്നു. ഡ്യൂട്ടി ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് ആ കുർബാന സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത്. കുർബാനയ്ക്ക് പോകുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ ഒരച്ഛനാണ് നടത്തുന്നത്. അപ്പോൾ ആ അച്ഛന് അവിടുത്തെ അനാഥാലയത്തിൽ അതൊരു വയ്യാത്ത രോഗികളെ കിടത്തി ചികിത്സിക്കുകയാണ്. അവർക്ക് ഞാൻ കുറച്ച് സഹായങ്ങൾ ചെയ്തായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അച്ഛന് കുറേ കടമുണ്ടായിരുന്നു. അപ്പോൾ ആ കടം അച്ഛൻ പൈസ ആയിട്ടൊന്നും വാങ്ങിക്കത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന്. ആ വാങ്ങിക്കുന്ന കടയിൽ അച്ഛന് കുറേ പേയ്മെൻറ്റിൻ്റെ കടമുണ്ട്. അവിടെ കുറച്ച് പേയ്മെൻറ്റ് ചെയ്യുമോ അങ്ങനെ. പിന്നെ ഞാൻ ഖത്തറിലാണെങ്കിലും വയ്യാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾ പോയി കണ്ടു. ആ കുഞ്ഞിന് ഹസ്ബൻഡ്, ഞാനും മൂത്ത കുഞ്ഞും, എൻ്റെ കൊച്ച് ഡിസ്ചാർജ് ആയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോയി ആ വയ്യാത്ത കുഞ്ഞിനെ കണ്ടു. ആ ചേട്ടന് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റിയായിരുന്നു. ഉപാസന പത്രം ഞാൻ ഇവിടെ നിന്ന് മലയാളമായിരുന്നു എനിക്ക് തന്നിരുന്നത്. പക്ഷേ ഞാനത് മാറ്റി ഇംഗ്ലീഷ് വാങ്ങിച്ചു. കാരണം അവിടെ മലയാളീസിനെ ഓൾമോസ്റ്റ് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ വാർഡിലുള്ള എല്ലാ ഫിലിപ്പീൻസിനും കൊടുത്തു.
ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ഫിലിപ്പീൻസിനും കൊടുത്തു. പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ അവിടെ നൈജീരിയൻസ് ഉണ്ടാവും, ഫ്രഞ്ച് ഉണ്ടാവും, ട്യൂണേഷ്യൻസ് ഉണ്ടാവും, വേറെ വേറെ കൺട്രീസിൽ ഒത്തിരി കൺട്രീസ്, ഇൻ്റർനാഷണൽ ചർച്ചാണത്. അപ്പോൾ അവിടെ വരുന്ന ഏത് നാട്ടുകാരാവുമെന്ന് എനിക്കറിയത്തില്ല, നോൺ ഇന്ത്യൻസ് ആണ് അവിടെ എല്ലാം. അവർക്കെല്ലാം ഞാൻ ആ പത്രം പള്ളിയിൽ വെച്ച് കൊടുത്തു. ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കൃപാസന പത്രം കൊടുത്തു. പിന്നെ എപ്പോഴും ഈ നമ്മുടെ തൈലം ഞാൻ കുരിശ് വരയ്ക്കും. ഇവളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഇത്രയും അതായത് അവയവങ്ങളൊന്നും പൂർണ്ണമായിട്ട് രൂപീകരിക്കുന്നതിന് മുന്നെയാണ് ഇവളെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവളുടെ കണ്ണിൻ്റെ പ്രശ്നം, കണ്ണിൻ്റെ റെറ്റിനകത്തെ കൃഷ്ണമണി അകത്തോട്ട് ചെന്നിട്ട് അതിന് കാഴ്ചയ്ക്കുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് അവളുടെ നെറ്റിയിൽ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. കുരിശ് വരച്ച് അവളുടെ കണ്ണിൽ ആദ്യം ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം അവൾക്ക് ഞങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെന്ന്. അവൾക്ക് കാണാം, ഞങ്ങൾ നോക്കി, അവൾ ചിരിക്കും, അവൾ സംസാരിക്കും, അവളെല്ലാം ചെയ്യും. ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൾക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ റിട്ടാർഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. കാരണം ഇവളുടെ മൂവ്മെൻറ്റ്സ് ഒന്നും ഓക്കെയല്ല, ഇവളുടെ ഒരു നോർമൽ ബേബി ആയിരിക്കത്തില്ല. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഇവൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നോട് എൻ്റെ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാറേ, എനിക്ക് എൻ്റെ മാതാവിലും ദൈവത്തിലും വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മാതാവിലും ഈശോയിലും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞു. അവളുടെ ജനനം വെച്ച് അവൾ 1 വയസ്സ് കഴിഞ്ഞു. അല്ലാത്ത അവളുടെ ഏജ് വെച്ച് അവൾ 9 മന്ത്സ് കഴിഞ്ഞിരിക്കുക. ഇതുവരെ ദൈവം സഹായിച്ച് അവൾക്കൊരു കുഴപ്പമില്ല. അവൾ നല്ല ആക്റ്റീവാണ്. അവളുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇതുവരെ ഉള്ളത് എല്ലാം നോർമലാണ്. അവൾ അഡ്വാൻസ് ആണെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ആൾ പിടിച്ച് നിന്ന് തുടങ്ങി, പതുക്കെ പിടിച്ച് നിന്ന് നടന്നു തുടങ്ങി. 9ാം മാസത്തിൽ അത്ര എത്തത്തില്ല എന്ന് അവിടുത്തെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എല്ലാം പറയുന്നത്. എപ്പോൾ ചെന്നാലും അവൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവൾ 3 മാസം വെൻറ്റിലേറ്ററിൽ കിടന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവിടെ ചെന്ന് അവളുടെ നെഞ്ചിൽ കുരിശ് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത്. കാരണം അവൾ എന്ത് ചെയ്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി അപ്പോൾ അവളുടെ ഓക്സിജൻ ലെവൽ താഴെ പോകും. അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് അവൾ വെൻറ്റിലേറ്ററിലായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ചെന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ മാതാവേ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ. പിറ്റേ ദിവസം അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നേസൽ ക്യാനിലാന്ന് പറയാം, നമ്മുടെ മൂക്കിൽ വെക്കുന്ന ചെറിയൊരു ചെറിയൊരു ഓക്സിജൻ 2 ലിറ്റർ അതിനകത്തോട്ട് അവളെ മാറ്റി. പിന്നെ അവളുടെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഫീഡിങ് ആയിരുന്നു. കാരണം എനിക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് പാലുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല. എൻ്റെ പാൽ അവൾക്ക് കുടിക്കാൻ കഴിയത്തില്ല. കാരണം അത് അവൾക്ക് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ഫീഡ് അവൾക്ക് സക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കുഞ്ഞി കൊച്ചായതുകൊണ്ട് ഓക്സിജൻ ലെവൽ താഴെ പോവും. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. അവളത് പിക്കപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഡോക്ടേഴ്സിനെല്ലാം ടെൻഷനായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ അവളത് പിക്കപ്പ് ചെയ്തു. അവൾ ഓറൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവൾ ഏപ്രിൽ 8-ാം തീയതി ഉണ്ടായി. ഓഗസ്റ്റ് 8 അവളെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത്, ആരോഗ്യത്തോടെ നിൽക്കുന്ന ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥന ശേഷമാണ്. കാരണം എൻ്റെ മെഡിസിൻ 1500 mg നിന്ന് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ഇപ്പം ഞാൻ 250 mg വൺസ് നിലയിലോട്ട് എത്തി. എനിക്ക് ഇപ്പം ലൈറ്റ് കാണാം, ഇങ്ങനെ വെട്ടം നോക്കാം, ഇങ്ങനെ ആൾക്കാരുടെ സൗണ്ട് കേൾക്കാം. ഞാൻ ഒരു ഫംഗ്ഷന് പോകത്തില്ല, കാരണം എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഇറിറ്റേറ്റഡ് ആണ്. ഇവൻ കിടന്ന് ഒച്ച ഉണ്ടാക്കിയാൽ ഇവനെ ചീത്ത പറയും. പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ ഫാർ ബെറ്ററായി. അതെല്ലാം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹം, എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന എൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഈ സാക്ഷ്യത്തിനങ്ങൾക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയുമാകും നീ. യെശയ്യാ 58:11 തിരുവചനങ്ങളാണ്. ഇന്ന് ഈ കുടുംബം, ജാസ്മിൻ തോമസ് തൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നു നിന്ന് ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ നാം കേൾക്കുകയായിരുന്നു ഈ മകളുടെ ജീവിതയാത്ര. 4 മാസം വരെ NICUയിൽ കിടന്ന് 610 ഗ്രാമിൽ വെയിറ്റിൽ മാത്രം ജനിച്ച ഒരു കുഞ്ഞ്, അവയവങ്ങളൊന്നും പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുഞ്ഞ്, ഒരു കൈയുടെ വലിപ്പം, ഒരു കൈ പിടിയുടെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുക. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇന്ന് ഈ മകള് ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത്. അതോടൊപ്പം അമ്മയ്ക്ക് കിട്ടിയ രോഗം IIH, അതുമൂലം ഈ മകൾക്കുണ്ടായിരുന്ന സിംറ്റംസ് എല്ലാം എത്ര ഗ്രാമിൽ നിന്ന് തൻ്റെ മെഡിസിനിൽ നിന്ന് എത്രയായി കുറഞ്ഞു, അതെല്ലാം ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. അതുകൊണ്ട് തന്നെ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ നമ്മെ ആക്കാൻ, നാം ഏത് മണലാരണ്യത്തിലാണെങ്കിലും
ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലാണെങ്കിലും അങ്ങനെ നമ്മെ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മാതാവ്. ആ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പടിപടിയായി ആ കുഞ്ഞും ഈ അമ്മയും എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളാകാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2025 ഏപ്രിലാണ്. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. എൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത്. അതായത് എന്ത് ചെയ്യാൻ ഒരു ആത്മഹത്യയുടെ ഒരു വക്കിൽ നിന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് എന്നോട് പറയുന്നത്, ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം, എല്ലാം ശരിയാകും എന്ന് പറയുന്നത്. അന്നൊരു വിശ്വാസമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് എടുത്തേക്കാം എന്നൊരു വിശ്വാസക്കുറവോട് കൂടി വന്നാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. അന്ന് എനിക്കൊരു കേസുണ്ടായിരുന്നു. കേസെന്ന് പറഞ്ഞാൽ ഞാനൊരു വണ്ടി എടുത്തു. ആദ്യമായിട്ടൊരു വണ്ടി എടുത്താണ്. അത് തൃശ്ശൂർ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനത് ഈ കോഴി വേസ്റ്റ് ഓടാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. അത് എൻ്റെ കൂട്ടുകാർ കൊണ്ട് ഒരു വണ്ടിക്കിട്ട് ഇടിച്ച് നിർത്താതെ പോയി. കേസെന്ന് പറഞ്ഞാൽ ഭയങ്കര കേസായി. പിന്നെ അവർ അവിടെ ഹാജരാകാതെ വന്ന് വാറണ്ടായി. എൻ്റെ പേരിൽ കേസായി. ഒരു 9 വർഷം ആ കേസ് നീണ്ടു. ഒരു 15 ലക്ഷത്തോളം രൂപ വക്കീൽ എൻ്റെ നിന്ന് മേടിച്ചു. പൈസ ആഴ്ചയിൽ 7000, 4000, 2000 വെച്ച് മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എന്നിട്ട് ഞാനിവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. രാവിലെ നീലത്തിരി കത്തിച്ചു. നീലത്തിരി കത്തിച്ചതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്കൊരു മാതാവിൻ്റെ രൂപം തിരിൽ നിന്ന് കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ കേസ് വരണമെന്ന് പറഞ്ഞ കേസ് വക്കീൽ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി കോടതി വരണ്ട, ആ കേസ് തള്ളിപ്പോയി, ഇനി നീ കോടതിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കേസിൻ്റെ പേരിൽ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസകൾ കടം വാങ്ങി. ഒരു 5-6 ലക്ഷം രൂപ കടം വാങ്ങി. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര പ്രശ്നത്തിലാക്കി. കാരണം പൈസ ഞങ്ങൾക്ക് ഇപ്പം തന്നെ വേണം, അല്ലാതെ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾ അത് വീണ്ടും കേസാക്കുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ സമയത്ത് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലി അന്വേഷണം നടക്കുന്ന സമയത്ത് എൻ്റെ മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് ഇപ്പോൾ വരുവാണെങ്കിൽ ഞാൻ 40,000 രൂപ മേളിൽ നിനക്ക് ശമ്പളം തരാം, വരുവാണെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് കയറി. പിന്നെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക, കൂട്ടുകാർക്ക് പൈസ കൊടുക്കണമല്ലോ, അവർ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മുതലാളിയോട് പറഞ്ഞു, എനിക്കൊരു ലോൺ എടുത്ത് തരാമോ, ഞാൻ അവർക്ക് പൈസ കൊടുക്കാൻ, ഞാൻ കുറേശ്ശെ ഇവിടെ നിന്നിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം മുതലാളി പറഞ്ഞു, എനിക്കിപ്പോൾ ലോൺ അടക്കാൻ ഒരു സാഹചര്യമില്ല, എടുത്തു തരാനൊരു സാഹചര്യമില്ല, ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. അതായത് എൻ്റെ മാതാവിൻ്റെ, അതായത് ഈ കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ മുതലാളി എൻ്റെ മുമ്പിൽ വന്നു. എൻ്റെ മുതലാളി എന്നെ വിളിച്ചു, അവരെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് അവരെ വിളിച്ചു. അവർ അങ്കമാലിയിലാണ് അവർ താമസിക്കുന്നത്. അവർ അങ്കമാലിയിൽ നിന്ന് ഇടുക്കി തോപ്രാങ്കുടി പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഇരട്ടയാറാണ് ജോലി ചെയ്യുന്നത്. ആ കടയിൽ വന്ന് മുതലാളിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മാസം ഞങ്ങൾക്കൊരു തുക വെച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അന്നേരം മാസം എത്ര തുക നമുക്ക് ഓവറായിട്ട് കൊടുക്കാനില്ല, കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് കിടക്കുന്നത്, ചിലവ് എനിക്ക് മാത്രമേ ജോലി കിട്ടിയ സമയത്താണ്. അന്നേരം അവരോട് മുതലാളി സംസാരിച്ച് പറഞ്ഞു, മാസം ഒരു 10,000 രൂപ വെച്ച് ഈ 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് തീർത്താൽ മതി. അതെനിക്കും ആശ്വാസമായി, അവർക്കും ഒരു പ്രശ്നം. ആ പ്രശ്നങ്ങളൊന്നും ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. കടബാധ്യത ആ പ്രശ്നം അങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾക്കൊരു വീടില്ല, സ്വന്തമായിട്ട് കിടക്കാനായിട്ടൊരു വീടില്ല. സ്ഥലമുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കുന്നും ചെരുവ, അവിടെ ഒരു വണ്ടി കയറത്തില്ല, നിരപ്പാക്കത്തില്ല, ഏലക്കാടാണ്, ചെരുവ്, വീട് വെക്കത്തില്ല. കണ്ടവർ പറഞ്ഞു, നിങ്ങൾ അവിടെ എന്തിനാ വീട് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം എല്ലാം നമുക്ക് വീട് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അന്നേരം ഇവള് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, ഇവിടുത്തെ മണ്ണെടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് മണ്ണെടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉപ്പ്, തൈലം, ഈ മണ്ണും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഞങ്ങളെ പറമ്പിലിട്ട് രണ്ടാമത്തെ ദിവസം എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ പെര വെക്കുന്നുണ്ടെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അവിടെ ചെന്നു. അന്നേരം എൻ്റെ ചേട്ടൻ്റെ വീടാണ് തൊട്ട് ഫ്രണ്ടിൽ എൻ്റെ ചേട്ടൻ്റെ വീടാണ്. അവരിങ്ങനെ ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു വണ്ടി കടന്നു പോകത്തില്ല, JCB കടന്നു പോകത്തില്ല. ഞങ്ങൾക്ക് വലിക്കാനൊരു മാർഗ്ഗമില്ല. ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം കൂടിയേ മണ്ണ് വലിച്ച് തീരുള്ളൂ. പക്ഷേ JCBക്കാരനെ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ JCB വന്നിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ കുഴിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി പോകാം, പറമ്പിലേക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടനെ പെര വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. ഞങ്ങളൊരു ഉടക്കിലേക്ക് മാറി, എന്നോട് മിണ്ടത്തില്ല, അവർ സഹകരിക്കത്തില്ല, അങ്ങനെ ഒരു മാർഗ്ഗത്തിലേക്കായിരുന്നു. പിന്നെ അവരറിയാതെ ഞങ്ങൾ അവിടെ മണ്ണ് കുഴിച്ച് പറമ്പിൽ കയറി പറമ്പ് നിരപ്പാക്കി. ഇപ്പം ആ പ്രദേശത്ത് ഞങ്ങൾ പെര വെക്കുന്ന അത്രയും നല്ലൊരു സൗകര്യമുള്ള സ്ഥലം നിങ്ങൾ കാണിച്ചു തരില്ല. ഞങ്ങൾക്ക് 10,000 പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്താൽ ആ സ്ഥലം സെൻറ്റിന് കിട്ടും. അത്രയും
നല്ല രീതിയിൽ അത് വന്നു. ഞങ്ങളവിടെ തറ കെട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പൈസ ഇല്ല. പിന്നെ മുമ്പോട്ട് 1000 തികച്ചെടുക്കാൻ പൈസ ഇല്ലാതെയാണ് ഞങ്ങൾ ആ പെരയുടെ തറ കെട്ടിയേക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ ഒരു മാർഗ്ഗം ഉണ്ടായില്ല. അന്നേരം എൻ്റെ വൈഫിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അത് ഫോർട്ട് കൊച്ചിയിലാണ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അന്നേരം അത് വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയുടെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പെര വെച്ച് ജീവിക്കാം എന്നൊരു മാർഗ്ഗം. പക്ഷേ അത് വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ തറ കെട്ടിയിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ഉപ്പും ഈ പ്രവാസത്തിലെ മണ്ണും തൈലും എല്ലാം കൂടെ കൂട്ടി തളിച്ച് വിശ്വാസ പ്രമാണം ഒരു 50 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ബ്രോക്കർ വിളിച്ചിട്ട് പറയുന്നു, സിമി നിങ്ങളുടെ സ്ഥലം വിൽപ്പനയായി, പൈസ പിറ്റേ ദിവസം വന്ന് നിങ്ങൾ മേടിച്ച് ഒപ്പിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളോട് ആദ്യം ഈ പെര വെക്കാൻ 1600 കട്ട പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വെറും ഇപ്പം ആ ജനൽപ്പൊക്കമായുള്ളൂ, 1000 കട്ട പോലും ആയിട്ടില്ല. എങ്ങനെ അത്ഭുതം സംഭവിച്ചേ, എന്താ അത്ഭുതം സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ബാക്കി കട്ട എല്ലാം മിച്ചമാണ്. ഇപ്പോൾ ഈ ആഴ്ച ഞങ്ങളുടെ പെരയുടെ വാർക്കയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ പുതുക്കേണ്ട പേരിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പെരയുടെ പണി കഴിഞ്ഞിട്ട് അതും സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അതുകൂടാതെ ഒത്തിരി എൻ്റെ സഹോദരൻ വന്നിട്ട് രമ്യതപ്പെട്ടു. ഞങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു, കമ്പി കെട്ടിയാൻ കറണ്ടില്ല, വെള്ളമില്ല, വെള്ളത്തിന് മാർഗ്ഗമില്ല, ഒന്നുമില്ലായിരുന്നു. അവർ തരുന്നില്ല, ഞങ്ങൾ ദേഷ്യത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നീ കമ്പി കെട്ടിയാൻ എൻ്റെ പേരയ്ക്കകത്തുനിന്ന് കറണ്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് വെള്ളമില്ല, അവർക്ക് വെള്ളം തരാനുള്ള സാഹചര്യമില്ല. ഞങ്ങളന്നേരം വണ്ടിക്ക് അടിക്കുമായിരുന്നു വെള്ളം. അന്നേരം കഴിഞ്ഞ ദിവസം വണ്ടിക്കാരനെ വിളിച്ച് പറഞ്ഞു, അനീഷ അത് വണ്ടി ഇച്ചിരി കംപ്ലൈൻ്റ് ആണല്ലോ, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല വെള്ളത്തിന്. പിറ്റേ ദിവസം പണിക്കാർ വരാൻ വേണ്ടി നിൽക്കുക. ഇത് തമാശയാണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മേളിലെ ചേട്ടൻ ഓസ് ഇട്ടേക്കുന്നത് എന്തോ കൊടുത്തിട്ട് ഞായറാഴ്ച ദിവസം ആ ഓസ് പൊട്ടി വീണു, നിലത്തോട്ട് വീണു. അവർ പറഞ്ഞു, അയ്യോ ചേട്ടാ ഞാൻ ഓസ് പൊട്ടി വീണല്ലോ എന്ന് പറഞ്ഞു. എടാ അനീഷ എന്നാൽ നമുക്ക് ആ കിണറങ്ങ് തേകിയാലോ, വൃത്തിയാക്കിയാലോ എന്ന് ചോദിച്ചു. ശരിയേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നാളെ മേസ്തിരിമാർക്ക് കൊടുക്കാൻ വെള്ളമില്ല, എന്നാ ചെയ്യേണ്ടത്? എടാ എന്നാലും കോരിക്കളയാനുള്ള വെള്ളമല്ലേ, നീ ജാറെല്ലാം പിടിച്ചു വെച്ചോളാൻ പറഞ്ഞു. എനിക്ക് 1000-ൻ്റെ 200-ൻ്റെ കുറേ ജാറുണ്ട്, അതെല്ലാം പിടിച്ചു വെച്ചു. അവർ പുതിയ ഓസ് മേടിച്ചുകൊണ്ട് വന്നു. ഓസ് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി നീ വെള്ളത്തിനെങ്ങും പോകണ്ട, ഈ പെരപണി കഴിയുന്നവരെ, നിങ്ങളിവിടെ താമസിക്കുന്നവരെ ഞങ്ങൾ വെള്ളം തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ മാതാവിനും ഈശോയ്ക്കും വളരെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അതിലുപരം ഞാനൊരു ഹിന്ദു ആണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ എഴുതി തുടങ്ങി. ഇപ്പം ബൈബിൾ എഴുതിയെന്ന് പറഞ്ഞാൽ കുറേ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഈ വർഷം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ ആശുപത്രികളിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, കാരണം എനിക്ക് മാത്രമേ ഇപ്പോൾ ജോലിയുള്ളൂ, കാരണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 25 പേർക്ക് ഞങ്ങൾ ഫുഡ് എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ വെച്ച് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പത്രം ബസ് സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്, ആശുപത്രി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെല്ലാം പത്രം കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹം തന്ന അമ്മയുടെ, കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ വേറൊരു മേഖലയിലാണ്, കാരണം ഞങ്ങൾക്ക് വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തടത്ത് ഇത്ര അനുഗ്രഹം തന്നത് എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ വിശ്വാസിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹത്തിൻ്റെ ഇതാണ്. ഇത്രയൊക്കെ പറഞ്ഞതിന് എൻ്റെ ഈശോയ്ക്കും. ഇത്ര നാൾ ഞാൻ 9 മാസമാണ് വാടക വീട്ടിൽ താമസിച്ചത്. ഇപ്പം ഞങ്ങളൊരു 3 മാസമല്ല ഷെഡിലേക്ക് മാറിയിട്ട് ഇപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ വീടിൻ്റെ വാർക്കയാണ്. കാരണം 600 സ്ക്വയർ ഫീറ്റുള്ള, എന്നാൽ പോലും അടുത്ത ആഴ്ച ഞങ്ങൾ ഈ മാസം അവസാനത്തേക്ക് ഞങ്ങൾ വീട്ടിൽ കയറി. ഞങ്ങൾ അത്ര അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, കാരണം ഇത് ചൊല്ലാൻ നല്ല അവൾ എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. കാരണം ഞങ്ങളിപ്പം ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അടുത്ത പള്ളി ഉണ്ടാവുകൊണ്ട് പോകാം. എനിക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളൂ. ഞായറാഴ്ച ദിവസം ചിലപ്പോൾ ഒഴിവ് കിട്ടുള്ളൂ, എല്ലാ ദിവസവും ചെല്ലണം. പക്ഷേ ഇപ്പം 40 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ പുള്ളി ഓണം കഴിയുമ്പോൾ വീണ്ടും കൂട്ടി തരാമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നല്ല ജോലി എനിക്ക് കിട്ടാനുമില്ല. ഭയങ്കര അനുഗ്രഹമാണ് കിട്ടിയത്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒക്കെ നന്ദി, 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി. ഇത്രയധികം അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. ഞാനിവിടെ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കാലം തൊട്ടേ കൃപാസനത്തിൽ വരുവാണ്. അതിനുശേഷം ഇപ്പോൾ ഹസ്ബൻഡിനായിട്ടൊക്കെ വന്ന് ഇതുപോലെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. ഇതൊക്കെ മുമ്പ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം 3-4 വർഷമായിട്ടുള്ള അങ്ങനെ കൊണ്ടുപോയി ഒത്തിരി പേര് ഞാൻ കൃപാസനത്തിൽ എൻ്റെ നാട്ടിൽ വെച്ച് വണ്ടി എടുത്ത് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ എനിക്ക് അന്ന് ജോലിയൊന്നും ഉണ്ടായില്ല. ഞാൻ ഒരു വലിയൊരു സാക്ഷി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ജോസഫച്ചനെ പോയി കണ്ടിട്ട് എനിക്ക് ഒത്തിരി പേര് ഒരു 10-25 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ സെലക്ട് ആയത് ഞാൻ മാത്രമായിരുന്നു. അന്ന് തൊട്ട് അനുഗ്രഹങ്ങൾ എന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജപമാല എന്നുള്ളത് മാത്രം മുടക്കത്തില്ല. ഒരുപാട് എന്താ പറയുക, നമുക്ക് സഹനം തരും. പക്ഷേ ജപമാല എന്ന് പറഞ്ഞൊരു ആയുധം, അത് ഭയങ്കര ഒരു ആയുധം തന്നെ. ആ തറപ്പുറത്ത് കിടന്നൊക്കെ നമുക്ക് തറയെന്ന് പെട്ടെന്ന് അങ്ങടേക്ക് 2 കട്ട വെക്കാൻ സാധ്യത ഇല്ലയെന്ന് അറിഞ്ഞ സ്ഥലത്ത് നമുക്ക് വൈകുന്നേരങ്ങൾ അയക്കുമ്പോൾ ആ ജപമാലയും പിടിച്ചിട്ട് ഒന്ന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചാൽ മതി. 2 ദിവസം മതി.
അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പം അവിടങ്ങളെല്ലാവരും പറയണത് ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു വീട് ആയല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണു തള്ളി പോവുക. നമുക്കൊന്നും പറയാൻ പറ്റുള്ള ഈ അവസരത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ ആയുസ്സുള്ള കാലം അത്രയും ഇവിടെ കൃപാസനത്തിൽ വരും, പറ്റണ അത്രയും മക്കളെ ഇവിടെ കൊണ്ടുവരും. അത് തന്നെയല്ല, വലിയൊരു അത്ഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. രാവിലെ മേസ്തിരിമാർ പണിയാൻ വരും, കട്ട കെട്ടിയിട്ട് പോകും. ഞങ്ങൾക്ക് അന്നേരം പിറ്റേ ദിവസം രാവിലെ വെള്ളം ഒഴിക്കണം. ഞങ്ങൾക്ക് വെള്ളമില്ല, പിറ്റേ ദിവസം ഒഴിക്കാനുള്ള വെള്ളമില്ല, വണ്ടിക്ക് കൊണ്ടുവന്നാലേ അടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർ പോയി പണിത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പം നല്ല മഴ പെയ്ത് ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട. ഇത് ഒരു 4 ദിവസം 5 ദിവസമായി ഇങ്ങനെ തന്നെ. ഇപ്പോഴല്ല മഴയായത്. അതിന് മുമ്പ് ഒരു 15 ദിവസം മുമ്പത്തെ കേസാണ് പറഞ്ഞത്. ഇവർ കട്ട കെട്ടിയിട്ട് പോകും, മഴ പെയ്യും, രാത്രി മാത്രം മഴ, അവർ വരും, മഴ മാറും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണത്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 വചനമാണ്. മരുഭൂമിയിൽ നടന്നിരുന്ന ആ ജനതയാണ് ദൈവം ഒരു നല്ല വാസയോഗ്യമായ സ്ഥലത്തെത്തിയോളം അവരുടെ കൂടെ യാത്ര ചെയ്തത്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്നും രക്ഷിച്ച് ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ഒരു ദൈവമാണ്. ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ പറ്റിയ ഒരു വലിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോകുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഉടമ്പടിയിലൂടെയാണ് ദൈവം നമ്മെ നേർവഴി കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങൾ വരാം. നമുക്കും പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ നമുക്ക് വഴി അറിയാതെ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിൽക്കുന്ന അവസരമാവാം. എന്തു തന്നെ ആയാലും ഈശോയിലും അമ്മയിലും നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കൃപാസനം ഉടമ്പടി ജീവിതം ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ആ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അനീഷ് സുകുമാരന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത്. ചോദിക്കുന്ന എന്ത് നൽകുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ള നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അനീഷ് സുകുമാരനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളുടെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോപ്പിക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജിത, ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഏപ്രിൽ 14 എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എനിക്ക് ജർമ്മൻ പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. ഞാൻ ജർമ്മൻ A1 ലാംഗ്വേജും A1 ലെവലും A2 ഓൺലൈനാണ് പഠിച്ചത്. B1 ഞാൻ ഓഫ്ലൈൻ പഠിച്ചു. ആ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടി. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് പറയാനൊന്നും പറ്റില്ല. എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് ആകെ പറയാൻ സാധിച്ചത് ഞാൻ പഠിച്ചു വെച്ച എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എൻ്റെ എംപ്ലോയർ ഇങ്ങോട്ട് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഇംഗ്ലീഷ് വാക്ക് പോലും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് ചോദിക്കുക, താൻ എന്തിനാണ് ഇത്രയും നാളായിട്ട് ജർമ്മൻ പഠിക്കുന്നത്? തനിക്ക് ഒരു ലെവലും ഇല്ല തനിക്ക് പഠിക്കാൻ. താൻ ജർമ്മൻ പഠനം നിർത്തിയിട്ട് വേറെ എന്തിനെങ്കിലും പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ഇത്രയും പൈസ മുടക്കി നമ്മൾ പഠിച്ചിട്ടും ഒരു രീതിയിൽ നമുക്കൊരു പഠിത്തം ഫുള്ള് നല്ല ലെവലിൽ അങ്ങോട്ട് പറയാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. അതിനുശേഷം ഞാൻ B1 പഠിച്ചു. ഞാൻ B2 പഠിച്ചു കഴിഞ്ഞു. എക്സാം എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് ഹ്യോറനും സ്പീക്കിങ്ങുമാണ് ഞാൻ എടുക്കുന്നത്. സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര എൻ്റെ മെറിറ്റിലാണ് ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. എനിക്ക് സ്പീക്കിങ് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. എനിക്ക് എന്തായാലും ഈ എക്സാം പാസ്സാകും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. ഹ്യോറൻ ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എക്സാമിന് ഞാൻ എക്സാം ഹാളിൽ കയറി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വെറും 30 മാർക്കാണ് കിട്ടിയത്. 100-ൽ വെറും 30, 60 മാർക്ക് വേണം പാസ് മാർക്ക്. അപ്പോൾ എൻ്റെ ആൻറ്റി എൻ്റെ ചിറ്റ എന്നോട് പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ലേ, നീ നിൻ്റെ മെറിറ്റിൽ നീ വിശ്വസിക്കുന്നത്, മാതാവിൻ്റെ ഗ്രേസിൽ വേണം വിശ്വസിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് സ്പീക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് സ്പീക്ക് ചെയ്യും എന്നുള്ളൊരു മൈൻഡായി എനിക്ക് ഫുള്ള്.
ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ബൈബിള് വായിക്കുകയോ ഉപവാസം എടുക്കുകയോ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കാണുകയോ ഒന്നുമില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിന് അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കം വരും എനിക്ക് ചെയ്യുന്നത്. എനിക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെൻറ്റർ ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് ആ സമയത്ത് സെൻറ്ററൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ ശ്രമിച്ചു സെൻറ്റർ കിട്ടാനായിട്ട്. ആ സമയത്തൊന്നും സെൻറ്റർ കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്തൊരു ചേച്ചി എന്നോട് പറയുക, നീ ഉടമ്പടി എടുത്തിട്ട് നീ എന്താ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തിയും ചെയ്യാത്ത? അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്താലേ നിനക്ക് ഉടമ്പടിയിൽ നല്ല രീതിയിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രവുമായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എന്നെക്കൊണ്ട് സാധിക്കുന്ന കുറച്ച് ചോറ് പൊതി ഞാൻ എൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കി ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രോഗികൾക്ക് പത്രം കൊടുത്തു, ചോറ് പൊതി കൊടുത്തു. അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള സീറ്റ് കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയക്കുക, നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, ചെന്നൈയിലാണ്, റൈറ്റിങ്ങും സ്പീക്കിങ്ങുമാണ്. ആ സമയത്തും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും പിന്നെയും വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ വരികയാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു മെറിറ്റും ഇല്ല, നീ പഠിത്തം നിർത്തിക്കോ ആണ് പറഞ്ഞത്. എനിക്ക് പിന്നെ അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. ഞാൻ സംസാരിക്കുന്നതെല്ലാം ഞാനാണോ സംസാരിക്കുന്നവരെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം എംപ്ലോയർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര സ്പീഡിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഞാൻ നിർത്തുന്ന പോലും ഇല്ല. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അപ്പോഴും എനിക്ക് ഒരു മൊഡ്യൂളേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 മൊഡ്യൂൾ പിന്നെയും പെൻഡിങ് ആണ്. അങ്ങനെ രണ്ടാമത്തെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സ്ലോട്ട് കിട്ടി, റൈറ്റിങ്ങും സ്പീക്കിങ്ങിനും. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന്. അതിൻ്റെ എക്സാം എഴുതി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഓർത്തിട്ട് പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചപ്പോൾ എല്ലാം ഞാൻ മറന്നുപോയി. ഉപ്പ് ഒന്നും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നത്. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നു. അതിലും എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല, അതിലും ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിക്കുക, മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നീ തരാൻ എന്താ? ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് ഒരെണ്ണമെങ്കിലും പാസ്സാക്കി തരാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നീട് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള എനിക്കൊരു ശക്തിയില്ല. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഉടമ്പടിയിൽ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ കരുതി. ഉടമ്പടിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് തുറന്നപ്പോൾ ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. ഒരു കുട്ടി ഇങ്ങനെ ആദ്യ ഉടമ്പടി എടുത്ത് എന്നെ പോലെ തന്നെ ഉഴപ്പി രണ്ടാമത് വളരെ ശക്തിയോടെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പുറത്ത് എബ്രോഡ് പോകാൻ പറ്റിയ ഒരു സാക്ഷ്യമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്കിങ്ങനെ പണ്ടത്തെ പോലെ ഭയങ്കര ശക്തിയോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. എനിക്കിനി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുക എന്നുള്ള മൈൻഡിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പുതുക്കിയില്ല, ഒന്നും ചെയ്തില്ല. എൻ്റെ എക്സാം സ്ലോട്ടിന് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് എക്സാം സ്ലോട്ട് ഒന്നും കിട്ടുന്നില്ല. ആകെ ഉള്ളത് ഒരു മൊഡ്യൂളാണ്. എനിക്ക് സ്ലോട്ട് ഒന്നും കിട്ടുന്നില്ല. ബാക്കി 3 മൊഡ്യൂൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അങ്ങനെ കുറേ ഞാൻ നടന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ വിവാഹം. അത് ഞാൻ ഒക്ടോബറിൽ ഒന്നും കൂടെ എക്സാം എഴുതാനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയി. ലേസൺ മൊഡ്യൂളാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, മാതാവിനെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തെങ്കിലും എഴുതാം, കാരണം എഴുതുന്നതൊന്നും കിട്ടുന്നില്ല, ചുമ്മാ എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ആൻറ്റി കൃപാസനത്തിലെ പത്രം കൊടുക്കുന്നു, തൈലം കുരിശ് വരയ്ക്കുന്നു, നെറ്റിയിൽ കുരിശ് വരച്ച് തരുന്നു, ഉപ്പ് തരുന്നു, കാശുരൂപം തരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചെന്നു. അപ്പോൾ എനിക്ക് പത്രവും കാശുരൂപവും തൈലമൊക്കെ തന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. ആദ്യത്തെ
ഒരു 9 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിന് തോറ്റുപോകും. കാരണം ആദ്യത്തെ 9 ജയിച്ചാൽ ഒരു 30 മാർക്ക് വേണം 60-ൽ. 100-ൽ അത് റൗണ്ടാക്കിയത് 60 ആക്കുവാണ്. ആ 30 മാർക്കിൽ ആ 9 തെറ്റിപ്പോയി. പിന്നെ ബാക്കിയുള്ളതിന് എനിക്ക് ഉറപ്പുമില്ല കിട്ടുമെന്നും. അങ്ങനെ ഞാൻ കുറേ നേരം അതും വെച്ചുകൊണ്ടിരുന്ന അവസാനം ടൈം ആയപ്പോൾ ഞാൻ എന്തൊക്കെയോ കറക്കി കുത്തി ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. കാരണം എഴുതുന്ന പരീക്ഷകളെല്ലാം തോറ്റുക, ചുമ്മാ പൈസ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എപ്പോഴും തോറ്റെന്ന് പറയാനായിട്ട് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ചോദിക്കും ആ റിസൾട്ട് എന്തായി, കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ലെന്നൊക്കെ പറയാൻ ഭയങ്കര വിഷമം. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് തരുമോ ഇത്, ഇനി എനിക്ക് വയ്യ, എക്സാം എഴുതി ഞാൻ കുഴയുക, എനിക്ക് ഇതിനെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ചു തരണം, ഒരു 60 മാർക്ക് തന്ന് എന്നെ ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 63 മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അധികം വിശ്വാസമില്ല, കൃപാസനത്തിൽ എന്നെ കൊണ്ടാക്കും, അകത്തോട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചില്ല, എനിക്ക് മാതാവ് എനിക്ക് തന്നെയാ, എനിക്ക് എന്തായാലും ഇനി അടുത്ത ഉടമ്പടി എടുക്കണം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി, 2ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ എൻ്റെ എക്സാം സ്ലോട്ട് എനിക്ക് ലഭിച്ചു. സ്പീക്കിങ്ങിനാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ആ സമയത്ത് സ്പീക്കിങ്ങിന് ആ സെൻറ്ററിൽ കിട്ടിയ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് സ്പീക്കിംഗ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ കുട്ടിയായിട്ട് എല്ലാ ദിവസവും സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ എക്സാം ഡേയിൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ബോർഡിൽ എഴുതിയിട്ടേക്കുവാണ് ആരൊക്കെയാ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ പേരിൻ്റെ അടുത്ത് ആ കുട്ടി, ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ആ കുട്ടിയാണ് എനിക്ക് അവിടെ പാർട്ട്ണറായി കിട്ടിയത്. അത് അമ്മ മാതാവ് തന്നെ തന്നതാണ്. അവൾ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും എക്സാം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്ന ദിവസം ഞങ്ങൾ 2 പേരും ജയിച്ചു. എനിക്ക് 77 മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ അടയാളമായ 7 എന്നുള്ളൊരു നമ്പർ അതിലെനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നൊക്കെ. പക്ഷേ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്. അവളെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കെല്ലാം പ്രാർത്ഥിക്കുവാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഉടമ്പടി നല്ല രീതിയിൽ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്, ബെഷൈഡ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മൊഡ്യൂള് സ്പീക്കിംഗ് ഓൾറെഡി കിട്ടി. പിന്നെ എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂളാണ് കിട്ടാനുള്ളത്. റൈറ്റിംഗ് മൊഡ്യൂൾ ഞാൻ വിചാരിച്ച് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം കാണാതെ പഠിച്ചു പോയി എഴുതാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. പക്ഷേ എനിക്കൊണ്ട് കാണാതെ പഠിക്കാൻ പോയിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. എനിക്ക് പഠിക്കുന്ന എല്ലാം മറന്നു പോവുകയാണ്. എനിക്കൊന്നും ഗ്രാമറും എല്ലാം എനിക്ക് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് നല്ല രീതിയിൽ ശക്തമായി മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിക്ക് കയറി. എനിക്ക് മാത്രം ജോലിക്കൊന്നും ഞാൻ കയറില്ല. കാരണം ഞാൻ ജർമ്മൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും കയറാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ജർമ്മനും ഒരു ലെവലിൽ എനിക്ക് എത്താൻ സാധിക്കുന്നില്ല, എനിക്ക് ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പല സ്ഥലങ്ങളിൽ ജോലിക്ക് തിരക്കി, പക്ഷെ അവിടെയൊന്നും എനിക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞു ഫ്രഷറാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, എടുക്കുവാണെങ്കിൽ 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് വെച്ചാലേ അവരെടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് 2 വർഷം അവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ട, ജർമ്മൻ തന്നെ പഠിക്കാം, എന്തായാലും എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ അടുത്ത ഡേറ്റ് എടുത്തു. റൈറ്റിംഗ് അപ്പോൾ ഞാൻ 2 സ്ഥലത്താണ് എടുത്തത്. ചെന്നൈയിലും എടുത്തു, വേറൊരു സ്ഥലത്തും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ ആദ്യം ചെന്നൈയിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല. ചെന്നൈയിൽ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കണ്ടപ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ എക്സാം റിസൾട്ട് വന്നിട്ട് കിട്ടാണ്ട് അച്ഛനമ്മമാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കിടന്ന് കരയുന്നതായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറയാം, ഇന്ന് എൻ്റെ റിസൾട്ട് വരും, എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ്, എനിക്ക് അഥവാ എക്സാമിന് തോറ്റുപോയാലും അമ്മ മാതാവിന് എനിക്ക് കൈ വിടരുതേ, എൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ, എനിക്ക് എക്സാം എന്തായാലും എഴുതി എന്തായാലും എനിക്ക് പാസ്സാവണം. പക്ഷേ
ഈ എക്സാം എങ്ങനെ തോറ്റുപോയാൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി എന്നിൽ നിന്ന് പോവരുതേന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് എന്താ റിസൾട്ട് വന്നു, അതെനിക്ക് കിട്ടിയില്ല. വെറും 51 മാർക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പിന്തിരിയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വേറെ ഒരു സെൻറ്ററിൽ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. അവിടെ ചെന്നപ്പോൾ എക്സാം ഇൻവിജിലേറ്ററായിട്ട് ഒരു ലേഡി മാതാവിനെ പോലെ തന്നെ ഇരിക്കുക. ഞാൻ പിറ്റേ ദിവസം യൂട്യൂബിൽ സന്ധ്യാപ്രാർത്ഥന കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഈ ഫോട്ടോയിൽ മാതാവിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മാതാവിൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ ഇൻവിജിലേറ്ററിനെ പിറ്റേ ദിവസം ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്ന് ഇൻവിജിലേറ്ററിനെ കാണുമ്പോൾ അതേ മാതാവിൻ്റെ സെയിം കണ്ണാണ് ആ ഇൻവിജിലേറ്ററിന്. ഇത്രയും ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മാതാവിനെ പോലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇൻവിജിലേറ്റർ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇതെനിക്ക് അമ്മ മാതാവ് എനിക്ക് എന്തായാലും തരും. അന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ എക്സാം എഴുതുന്നത്. എൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം ഇതും കൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കിനി വയ്യ. കാരണം ഭയങ്കര പൈസയാണ് ഓരോ എക്സാം എഴുതാനായിട്ട്, ചുമ്മാ പൈസ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? എൻ്റെ അച്ഛനും അമ്മയടിക്കലൊക്കെ ഞാൻ എന്ത് പറയും? എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് വളരെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഓരോ എക്സാം കിട്ടാതായിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ ഒരു വചനമാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയെ അപേക്ഷിക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അത് മാത്രം ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുമെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. കാരണം കുറേ എഴുതിയിട്ടും കിട്ടുന്നില്ലല്ലോ. റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ റൂമിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി. അതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ വരും. എന്നെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോകത്തേ ഉള്ളൂ, അകത്തോട്ട് വരത്തില്ല. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുക, ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഫോട്ടോയിലാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അമ്മേ നീ കണ്ടിട്ട് പറ ഞാൻ തോറ്റോ ഇല്ലേന്ന്. തോറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. അന്നത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്വപ്നം കണ്ടു. എനിക്ക് 71 മാർക്കാണ് റൈറ്റിംഗ് മൊഡ്യൂളിന് കിട്ടുന്നതെന്ന്. പിറ്റേ ദിവസം തന്നെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 70 മാർക്ക് എന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീടുള്ള എൻ്റെ പ്രോസസ്സിങ് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മൊഡ്യൂളും ഈ എക്സാം എല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എല്ലാ അമ്മ മാതാവിൻ്റെ അടയാളമുണ്ട്. എൻ്റെ മാർക്കുകളിലാണെങ്കിലും 70ഉം 77ഉം അങ്ങനെ എല്ലാം അമ്മ മാതാവിൻ്റെ അടയാളത്തിലാണ്. എല്ലാം എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് കിട്ടിയത്. ഞാൻ ആദ്യമൊക്കെ ഉടമ്പടി ഉഴപ്പിയെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. പിന്നീട് മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചു. അതിന് ഈശോപ്പയോടും അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വിസയ്ക്ക് വെച്ച സമയത്ത് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ 7ാമത്തെ പേജിൽ തന്നെ വിസ അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിരുന്നാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പോൾ അതിലൊരു പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം എങ്ങനെ റിജക്ഷൻ ആണോ എന്ന്. പക്ഷേ ആ പേപ്പറിൽ 7ാം തീയതിയിലാണ് എൻ്റെ പേയ്മെൻറ്റ് നടത്തിയെന്നുള്ളൊരു പേപ്പറായിരുന്നു. അങ്ങനെ എൻ്റെ വിസ കയ്യിൽ കിട്ടി. ഞാൻ ഈ മാസം 15ാം തീയതിയിലേക്ക് ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. എന്നിട്ട് കൂടുതൽ കൊടുക്കുന്നത് ഈ ലാബുകളിലൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറേ രോഗികൾക്കായിരുന്നു. കാരണം അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് വായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വായിക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ ആശുപത്രിയിൽ പോയി രോഗികളെ കണ്ട് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെ അറിയാവുന്നതും എനിക്ക് കൂടുതൽ ബാക്കി ഈ ഉടമ്പടി എടുത്ത് ഉഴപ്പി നടക്കുന്നതായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്കിങ്ങനെ ഉടമ്പടി എടുത്ത് ഉഴപ്പി എനിക്ക് ആദ്യം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയും. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഉടമ്പടി പിന്നെ പുതുക്കിയപ്പോൾ എനിക്ക് അമ്മ മാതാവിനെയാണ്
കൈ കിട്ടിയത്. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി എനിക്ക് മാതാവ് എന്തായാലും എന്നെ ഈ വർഷം എന്നെ ജർമ്മനിയിൽ കൊണ്ടുപോകുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനായിരിക്കുന്നു. അഞ്ജന എസ് ആലപ്പുഴ തൻ്റെ അനുഭവസാക്ഷ്യം പ്രത്യക്ഷീകരണ മാതാവിലൂടെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവസാക്ഷ്യത്തെ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ഈ മകള് വളരെ സന്തോഷത്തോടെ പങ്കുവെക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തൻ്റെ മെറിറ്റിൽ ഇടയ്ക്കൊക്കെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ പിന്നോക്കം പോവുകയൊക്കെ ചെയ്ത രീതികൾ ഈ മകൾ തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവെക്കുകയുണ്ടായി. പിന്നെ അങ്ങോട്ട് ഒരു മാറ്റമുള്ള ജീവിതത്തിലേക്ക് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവായിട്ട് മാറുകയും അതോടൊപ്പം എൻ്റെ യോഗ്യത കൊണ്ടല്ല അവിടുത്തെ കൃപ കൊണ്ടാണ് എനിക്കെല്ലാം നേടിത്തന്ന വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ പ്രത്യക്ഷീകരണ അമ്മയുടെ സാന്നിധ്യം മുമ്പിൽ ഈ മകള് ആയിരിക്കുക ചെയ്യുക. അതുപോലെ തന്നെ എപ്രകാരം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഈ മകള് പങ്കുവെക്കുകയുണ്ടായി. പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉപയോഗിക്കാതെ കണ്ട് തിരിച്ചു വരുമ്പോഴും അത് മറന്നു പോകുമ്പോഴും അതിലൊരു പരാജയം ഉണ്ടാകുമ്പോഴും അനുഭവിക്കുക കൃത്യമായിട്ട് അവൻ ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഉപയോഗിക്കുമ്പോൾ അതിനുത്തരം പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ടും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട്